സ്പെഷ്യലാണ് ദിസ് ആഷാഢമാസം ശുക്ലപക്ഷത്തിൽ, അതും അല്ലേ ശ്രീരാമ നാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമാകുന്ന സായാഹ്നം. ഞാൻ ഇതിലൊക്കെ അറിയാൻ സാധിച്ചു, നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ ഭയങ്കര മഴയാണ്. മഴ പോലും മാറി നിന്നു സത്സംഗിൽ. അപ്പോൾ സത്സംഗിൽ ഇരിക്കുന്നവർ വളരെ ഭാഗ്യം ചെയ്തവരാണ്. വസിഷ്ഠ മഹർഷി രാമൻ്റെ അടുത്ത് പറയും, രാമ, ചണ്ടാലത്തെരുവിലാണ് സത്സംഗം ലഭിക്കുന്നതെങ്കിൽ പോയി 2 കൈ നീട്ടി സ്വീകരിക്കണം. നിന്റെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ ഒരു ദിവസം സത്സംഗം ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. യോഗവാസിഷ്ഠം മുഴുവൻ വസിഷ്ഠ മഹർഷി ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം വളരെ കൃതജ്ഞതയുണ്ടായി ശ്രീരാമന്. ശ്രീരാമൻ ചോദിച്ചു, സ്വാമി, ഞാൻ എന്താണ് അങ്ങേക്ക് പകരം തരേണ്ടത്? ശരിയല്ലേ, നമ്മൾ എന്തെങ്കിലും വളരെ വിലമതിക്കാനാവാത്തൊരു കാര്യം അനുഭവിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എന്താണ് ഒരു ഗുരുദക്ഷിണ, അല്ലെങ്കിൽ എന്ത് പ്രത്യുപകാരമാണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയോ വസിഷ്ഠ മഹർഷി എന്താ പറഞ്ഞതെന്ന്? ഇതൊക്കെ നമ്മൾ കേൾക്കണം. വസിഷ്ഠ മഹർഷി പറയുവാണ്, ഞാനിതെല്ലാം ഉപദേശിച്ച് തന്നതിന് ശേഷം എനിക്കിപ്പോൾ എന്ത് തോന്നുന്നു? അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നല്ല ശാന്തി തോന്നുന്നു, നല്ല സുഖം, അന്തശീതളിമ. അല്ലേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം അങ്ങോട്ട് പോകുന്നവരെ ഒരുപാട് പ്രയാസം, അസ്വസ്ഥത, മാനസിക ശാരീരികമായിട്ട്. ഈ ജ്ഞാനം ഉപദേശിച്ച് കേട്ടപ്പോൾ ശ്രീരാമൻ്റെ അകത്ത് ഭയങ്കര ശാന്തി, ആനന്ദം, അന്തശീതളിമ. അപ്പോൾ വസിഷ്ഠൻ ചോദിക്കുവാണ്, ശരി, ഞാൻ ചോദിക്കുന്ന ഗുരുദക്ഷിണ നീ തരുമോന്ന് ചോദിച്ചു. ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. തുടങ്ങുന്നതിന് മുമ്പേ, ഇത് തുടങ്ങിയിട്ടില്ല, അതിനേക്കാൾ മുമ്പിൽ ഇയാൾ ശ്രീരാമൻ്റെ ആ ജ്ഞാനം സ്വീകരിക്കുമ്പോഴുള്ള ആ ഒരു എന്താണ് ആ ആർജവം നോക്കണം. ശ്രീരാമൻ പറയുമായിരുന്നു, ഭൂമിക്ക് മേലെ ആകാശത്തിന് താഴെ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ ഞാനത് അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു, ധൈര്യമായിട്ട് ചോദിക്കും സ്വാമി. അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, ശരി, നീ പറഞ്ഞല്ലോ ഇത് ഉപദേശത്തിന് ശേഷം നിനക്ക് നല്ല ശാന്തിയും സുഖവും ഒക്കെ തോന്നുന്നു, അത് നിലനിർത്തൂ, അതാണ് നീ എനിക്ക് തരുന്ന ഗുരുദക്ഷിണ. ഒന്ന് കൈയൊക്കെ അടിക്കാം, അത് നിലനിർത്തണം നമ്മൾ. ഈ ദീപാരാധന അല്ലേ, ഈ കർക്കിടക മാസത്തിലെ ഈ പൂജ, വഴിപാട്, ഇതെല്ലാം ചെയ്തിട്ട് ഈ അമ്പലത്തിൻ്റെ സന്നിധിയിൽ, ദേവന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നല്ല ആനന്ദം, ശാന്തി ഉണ്ടാവും. ശിവതത്വം ആനന്ദം. ശിവന്റെ അടുത്ത് വന്നിട്ട് ആനന്ദത്തോടെ പോവാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ബിക്കോസ് ശിവതത്വ ഇറ്റ്സെൽഫ് മീൻസ് വാട്ട്? ആനന്ദം. ശിവസൂത്ര പറയുകയാണ്, ശിവതത്വം ആനന്ദം. ഗോട്ട് ഇറ്റ്? അതെന്തുകൊണ്ട് അറിയുന്നില്ല പലപ്പോഴും നമ്മൾ? ശിവനിൽ നിന്ന് അകലുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അറിയാത്തത്. ശിവ എന്ന വാക്ക് നേരെ തിരിച്ചിടുമ്പോഴാണ് ഈ പ്രയാസം ഉണ്ടാവുക. ശിവ എന്ന വാക്ക് തിരിച്ചിട്ട് എന്തായി? വശി. വശി എന്ന് വെച്ചാൽ എന്താ? ഔട്ട്വേർഡ്, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. എനിക്കറിയാം, ഇപ്പോഴും നിങ്ങൾ എന്നെ ഇങ്ങനെ ചില ആൾ നോക്കിക്കൊണ്ടിരിക്കുവാണ്, പക്ഷെ മനസ്സ് എവിടെയാണ്? മഴ പെയ്യോ, ഇതെൻ്റെ എവിടുന്നാ വന്ന് ഇയാൾ, ലേറ്റ് ആവുമോ, വേഗം പോകണ്ടേ? ശരിയല്ലേ? മനസ്സാണ്. മനസ്സിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയോ, മനസ്സുള്ളിടത്ത് സമാധാനം ഉണ്ടാവില്ല, സമാധാനമായിട്ടിരിക്കുന്നിടത്ത് എന്തില്ല? എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ മാനസ സരോവർ, കൈലാസം ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? നോക്കി, മാനസ സരോവരത്തെ ഒരിക്കലും എന്താണ് മാനസ നദി എന്ന് പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? സരോവരം. സരോവരം എന്ന് വെച്ചാൽ എന്താ? സരോവരം എന്ന് വെച്ചാൽ പൊയ്ക എന്നാണ് അർത്ഥം. പൊയ്ക, തടാകം. തടാകം വളരെ സ്റ്റേബിളാണ്. നദിയോ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സ് എപ്പോ എന്താവുന്നുവോ, ഒരു സ്റ്റഡി, സ്റ്റേബിൾ, കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുവോ ഭഗവാനിൽ, അവിടെയാണ് കൈലാസം. ഈ ഭാവം ഇല്ല എങ്കിലും നമ്മൾ ഹിമാലയത്തിൽ പോയാൽ അവിടെ വെറും മഞ്ഞേ ഉണ്ടാവുള്ളൂ, ഈശ്വരനെ എക്സ്പീരിയൻസ് ചെയ്യില്ല. ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ കൈലാസം ഇവിടെ തന്നെയാണ്. കൈലാസം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഭയങ്കര രസമാണ്. കേവലം ആനന്ദം, ഇതാണ് കൈലാസം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പൊ ഈ മാനസ സരോവരവും കൈലാസമൊക്കെ എവിടെയാ? ശിവന്റെ സന്നിധിയിലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ദാറ്റ്സ് വാട്ട് ശിവതത്വം ആനന്ദം. ഇതെല്ലാം കേട്ടിട്ട് കുറച്ചൊരു അത്ഭുതമൊക്കെ തോന്നണം കേട്ടോ നിങ്ങൾക്ക്. നമ്മൾ വിചാരിക്കുമോ കൈലാസത്തിലൊക്കെ പോവാൻ എന്ത് ചിലവാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നുമില്ലാണ്ട് 1 മണിക്കൂർ നമ്മളൊരു യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തയ്യാറാണോ? നോക്കട്ടെ സാറേ, പറ്റുവാണെങ്കിൽ യാത്ര ചെയ്യാം. ആ മനസ്സുണ്ടാവണം. ഒരു പിഞ്ചു കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? നോക്കൂ, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ല കേട്ടാ. നിഷ്കളങ്കത. അതുകൊണ്ടാണ് മഹാദേവനെ വളരെ മനോഹരമായിട്ടൊരു പേരിൽ അറിയപ്പെടുന്നത് ഭോലേനാഥ്. ഭോലാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കളങ്കത എന്ന അർത്ഥം.
ഒരു കുട്ടിയെ കണ്ടിട്ടില്ലേ, എപ്പോഴും ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് വളരെ ചമത്കാരത്തോടെ എല്ലാവരെയും എല്ലാവരും പുതുമയാണ്. ഭഗവാന് വേറൊരു പേരുണ്ട്, സദ്യോജാത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിലും വരാനിരിക്കുന്നതിലും ഒന്നുമല്ല, ഈ നിമിഷം, നൗ ഇപ്പോൾ ഇവിടെ ഫുള്ളി പ്രസൻറ്റിൽ. ദാറ്റ്സ് വാട്ട് ഡിവൈൻ ഓൾ അബൌട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് വേണം? ഒരു അത്ഭുതം വേണം. വളരെ കൊണ്ടാണ് ഈ ഭഗവാന്മാരൊക്കെ കമലനയനം എന്നൊക്കെ പറയും. എന്താ കമലനയനം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരയുടെ കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ആലോചിച്ചു, വിടർന്ന താമര എന്ന് വെച്ചാൽ അത് അത്ഭുതമാവുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇതൊന്നും കേട്ടിട്ട് അത്ഭുതമാവുന്നില്ല, പിന്നെ നമുക്ക് എന്ത് കേട്ടിട്ടാ? ഈശ്വരൻ നമ്മളെ അത്ഭുതപ്പെടുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളെ എന്താ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ശിവസൂത്ര സേസ് വിസ്മയോ യോഗ ഭൂമിക. എന്താണ് വിസ്മയോ യോഗ ഭൂമിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർമെന്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു യൂണിറ്റി വിത്ത് ഡിവിനിറ്റി. ഭഗവാനോട്, ഈശ്വരനോട്, മഹാദേവനോട് നിങ്ങൾക്ക് ചേരണം എങ്കിൽ എന്ത് വേണം? അത്ഭുതം. അത്ഭുതപ്പെടുന്ന ഒരു അവസരത്തിൽ മനസ്സിൽ അസ്വസ്ഥതയും പ്രയാസമൊക്കെ പോയിട്ട് എന്ത് വരും? ശിവ എന്നുള്ളൊരു വാക്കിൽ പോലും അത്ഭുതമുണ്ട്. എങ്ങനെ അത്ഭുതം? നോക്കട്ടെ നിങ്ങൾ എത്ര പേര് അത്ഭുതമാവുന്നു. നമ്മളിങ്ങനെ പറയാറില്ല, സൈലൻസ്, മിണ്ടാതിരിക്കും, പറയുമല്ലോ. ദെൻ ദ നെക്സ്റ്റ് വാക്ക് എന്താ? വാ. ഗോട്ട് ഇറ്റ്? ഒന്ന് പറഞ്ഞേ, വാ. സോ സൈലൻസിലാണ് അത്ഭുതം ഇരിക്കുന്നത്. ശിവ. ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? ശാന്തി, ആ സ്റ്റിൽനെസ്. ഈ ബഹളത്തിൽ ഒരിക്കലും ഭഗവാനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തോന്നുന്നു എന്നാൽ പിന്നെ സാറേ ഈ ബഹളത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണം? ആ വെളിയിൽ പോകുന്ന മനസ്സിനെ തിരിച്ച് നമ്മുടെ സോഴ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അതാണ് ശിവസൂത്ര. സൂത്ര മീൻസ് വാട്ട്? സൂത്ര മീൻസ് ത്രെഡ് എന്നാണ് അർത്ഥം. ത്രെഡ്, ചരട്. മനസ്സിലാവുന്നുണ്ട്? ചരട്. ഈ ഒരു പട്ടം കണ്ടിട്ടില്ല, ഇങ്ങനെ മേലെ പോകുമ്പോൾ അതിനെ നമ്മുടെ കയ്യിലൊരു ത്രെഡ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യാം? നിയന്ത്രിച്ച് വളരെ കറക്റ്റായിട്ട് നമ്മളുടെ പരിധിയിൽ കൊണ്ടുവരാം. ശരിയല്ലേ? ഇതുപോലെയാണ് മനസ്സ്. ഇവിടെ ഇരുന്നിട്ട് എന്നെ കേൾക്കുവാണ്, എന്നെ കാണുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആരെങ്കിലും വരുമ്പോൾ അങ്ങോട്ട് നോക്കും, എന്തെങ്കിലും കേട്ടാൽ തിരിഞ്ഞു നോക്കും. ശരിയാണോ? ഈ മനസ്സ് ഈ ഇന്ദ്രിയങ്ങളുടെ പിടിയിലാണ്. ഈ ഇന്ദ്രിയങ്ങൾ എപ്പോഴും അതിൻ്റെ സബ്ജക്റ്റ് വലിച്ചുകൊണ്ടേയിരിക്കും. കേട്ടോ, നമ്മുടെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചില ആൾക്കാർ കഷ്ടപ്പെട്ട് എന്നെ തന്നെ നോക്കും, മനസ്സ് വരുതാ അവിടെ പോവും. അത് നാച്ചുറൽ പ്രോസസ്സാണ്, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ മേലെ ഒരു പിടി ജ്ഞാനത്തിലൂടെ ഉണ്ടാവണം. അതാണ് ബോധമാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ വിട്ട് ഇന്ദ്രിയങ്ങളിലേക്ക് വന്ന് അതിൻ്റെ സോഴ്സിലേക്ക് അത് മെല്ലെ തിരിയാൻ വേണ്ടി തുടങ്ങും. കുഴപ്പമില്ല, അത് കത്തിക്കോട്ടെ, അങ്ങനെ കത്തിക്കോട്ടെ, സാരമില്ല. സോ ഈ കത്തുന്ന പ്രകാശരൂപി ചേതനയാണ് നമ്മുടേത്. നമുക്കതൊരു 3 times ഓം ചാൻഡ് ചെയ്തുകൊണ്ട് ശിവസൂത്രയിലേക്ക്, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നേ ഉള്ളൂ. രസമായിരിക്കും, നമുക്കൊരു ധ്യാനമൊക്കെ ചെയ്യാം. ഇടയിലൊന്നും എഴുന്നേറ്റ് പോകരുത്. കുറച്ച് അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് ചേർന്നിരിക്കാം. നമ്മുടെ ഫോണൊക്കെ സൈലൻസിൽ വെച്ചിട്ട് കുറച്ച് നേരം സ്വസ്ഥമായി റിലാക്സ് ആയിട്ടൊന്ന് നമുക്ക് ശിവസൂത്ര കേൾക്കാം. റെഡി? കുട്ടിക്കും ഇരിക്കും, എല്ലാവരും ഇരിക്കും. ഓക്കെ, നട്ടെല്ലൊക്കെ നിവർത്തി, മുഖമൊക്കെ നേരെ വെക്കാം. ഒരു പുഞ്ചിരിയോടിരിക്കും. മൂന്ന് തവണ ഓംകാരം ഉച്ചരിക്കാം. ഓംകാരത്തിന് ദീർഘശ്വാസം. എന്നോടൊപ്പം കുറച്ച് നേരം കുറച്ച് റൗണ്ട്സ് ഓം നമ ശിവായ മഹാമന്ത്രം ചാൻറ്റ് ചെയ്യാം. നമ ശിവായ. ഇതെല്ലാം പഞ്ചഭൂതങ്ങളോട്, ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു, ഇതിനോട് റിലേറ്റഡ് ആണ്. സോ നമ ശിവായ മന്ത്രം നമ്മൾ ചെയ്യുമ്പോൾ പഞ്ചീകരണം, എലമെൻറ്റ്സ് ആയിട്ടൊരു ഹാർമോണി ഉണ്ടാവും.
സന്തോഷത്തോടെ ആ മഹാമന്ത്രം ഓം നമ ശിവായ വിളിച്ചാൽ ദീർഘശ്വാസം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. റിലാക്സ്. കണ്ണടച്ച് തന്നെ വെക്കാം. Keep a big smile, വലിയ പുഞ്ചിരി. ശിവസൂത്ര ശ്രവിക്കുക വലിയ ഭാഗ്യമാണ്. കർക്കിടക മാസം, രാമായണ മാസത്തിലെ സത്സംഗ്, കുറച്ചു നേരം ജ്ഞാനം, ധ്യാനം, സത്സംഗൊക്കെയായി ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായതിൽ കൃതജ്ഞതയുള്ളവരാകാം. അത്രയൊക്കെ മതി മഹാദേവൻ്റെ കടാക്ഷത്തിന്. കുറച്ചു നേരം എല്ലാം വിട്ടിവിടെ ഇരിക്കാനും ആ ശാന്തിയും ആനന്ദവും അറിയാനും ഹൃദയത്തിൽ വലിയൊരു പ്രാർത്ഥന വെക്കാം. ശിവതത്വം ആനന്ദം, ആ ആനന്ദം ശാന്തി എനിക്ക് ചുറ്റും പങ്കുവെക്കാനും കൂടി സാധിക്കണേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥന കൂടി വെക്കാം. ബ്രീത്ത് ഇൻ ആൻഡ് ലെറ്റ് ഗോ. കണ്ണടച്ചതുണ്ട്. ദീർഘശ്വാസം പുറത്തു വിടാം. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ശരീരത്തിൽ നിറയുന്ന ഊർജവും പുറത്തു വിടുമ്പോൾ മനസ്സ് വിശ്രമിക്കുന്നതും തിരിച്ചറിയും. joyful observation on breath. സന്തോഷത്തോടെയുള്ള ശ്രദ്ധ ശ്വാസം. it's a meditation. കണ്ണടച്ചതിൻ്റെ ശ്വാസഗതിയിൽ ശ്രദ്ധയുള്ളവനാവുന്നത് ഒരു ധ്യാനമാണ്. കണ്ണുകളടച്ച് തന്നെ വെക്കും. നട്ടെല്ലാം നിവർത്തി കൈമതി പുഞ്ചിരിയോടെ ഡീപ് ലോങ് ഫ്യൂ റൗണ്ട്സ് ഓഫ് ബ്രെത്ത്. ശ്വാസത്തിൻ്റെ ആഴം, താളം, ചിന്തകളൊക്കെ ഒഴിഞ്ഞ് പ്രസന്നമായിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയൊക്കെ അറിയാം. ഓം ശാന്തി ശാന്തി ശാന്തി. സന്തോഷത്തോടെ കണ്ണുകൾ മെല്ലെ തുറക്കാം. ഗുഡ്. കുറച്ചു നേരം മഹാമന്ത്ര ഓം നമ ശിവായ. ദിസ് 9 പ്ലാനറ്റ്സ് അതിൻ്റെ ഉപഗ്രഹങ്ങളിൽ ഇങ്ങനെ ഭ്രമണപഥത്തിൽ ഉണ്ടാവുമ്പോൾ അത് വിൽ ബി 108ഓളം ചേഞ്ചസ് ഉണ്ടാവും ഈ എൻവയോൺമെൻറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 108 എന്ന് പറയുന്ന നമ്പറൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടിരിക്കുന്നത്. അത്രയും നേരം നമ്മൾ അത്രയും തവണയെങ്കിലും ഓം നമ ശിവായ. ഇനി ഓക്കെ അത്രയും തവണ ഇല്ലായെങ്കിലും ഫ്യൂ മോർ ടൈം ഓർ കുറച്ച് നേരമെങ്കിലും ഈ ജ്ഞാനമൊക്കെ ആയിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുമ്പോഴും ആ ക്ലൻസിങ് നമ്മളുടെ ശരീരത്തിൽ വരും. വേദാന്ത സേസ് യത് പിണ്ടേ തത് ബ്രഹ്മാണ്ഡേ. എങ്ങനെയാണോ നമ്മളുടെ ദിസ് എന്താണ് അവർ ബോഡി ഈസ് ജസ്റ്റ് ലൈക്ക് എ മിനിയേച്ചർ ഓഫ് ദിസ് യൂണിവേഴ്സ്. മൈക്രോകോസം ആൻഡ് ദിസ് മൈക്രോകോസം ഇസ് മച്ച് കണക്റ്റഡ്. അതുകൊണ്ട് ഹ്യൂമാനിറ്റിയെയും ഡിവിനിറ്റിയെയും കണക്ട് ചെയ്യുന്ന ത്രെഡാണ് സച്ച് ജ്ഞാനയജ്ഞങ്ങൾ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് കുറച്ച് നേരം കൊണ്ട് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ചിലവർക്ക് തോന്നും അയ്യോ എനിക്കിങ്ങനെ ഒരു ജ്ഞാനം കേട്ടോ അല്ലെ ഇരുന്നോ ധ്യാനിച്ചോ ഒന്നും പരിചയമില്ല, ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. ഇനി എവിടെയെങ്കിലും അങ്ങനെ ഉള്ളവർ ബ്രേക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ബിഗിനിങ് ആവട്ടെ.
അതുകൊണ്ട് ശിവസൂത്ര പറയും ബീജവദനം. എന്താണ് ബീജവദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിത്ത് നമ്മൾ ആദ്യം ഇടുമ്പം തന്നെ നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പില്ല ഇതെന്താവും, കാണില്ല പിറ്റേന്നൊന്നും ഇല്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ല എങ്കിലും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സീഡാണെങ്കിൽ നമ്മളെപ്പോലും അതിശയപ്പെടുത്തിക്കൊണ്ട് അതെന്താവും, വളർന്ന് വലുതാവും. ശരിയല്ലേ? അതിൻ്റെ ഫലം തരും, തണൽ തരും, കിളികൾക്ക് കൂടൊരുക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ജ്ഞാനത്തിൽ നമ്മൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചറിവുണ്ടാവും. കലൂർ ആ അമ്പലത്തിൽ അന്ന് പോയിട്ട് കേട്ട ആ ശിവസൂത്ര അല്ലെ, ആ ഒരു ജ്ഞാന യജ്ഞത്തിൽ എൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടായി. അതുകൊണ്ട് നമുക്കറിയില്ല ഈ ജ്ഞാനം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ദിസ് ശിവസൂത്ര ദർ ആർ സോ മെനി, ലൈക്ക് നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം. നമുക്ക് ശ്രീമദ് ഭാഗവതം കേട്ടിട്ടുണ്ടാവാം, ഭഗവത്ഗീത അറിയുന്നുണ്ടാവാം, ഇല്ലേ, രാമായണം ഓഫ് കോഴ്സ് ഈ മാസങ്ങളിൽ, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ ശിവസൂത്ര ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കാം. ഇത് 9th സെഞ്ച്വറിയിൽ കാശ്മീർ വാലീസ് അവിടെ നിന്നുള്ള നോർത്തിലെ സച്ച് വിസ്ഡം ദാറ്റ് പാർട്ട്, അവിടെ നിന്നാണ് ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ ഉദയം. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഈ ശാസ്ത്രത്തിൻ്റെ. അതിൽ വളരെ ഇതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം ഇതാണ്. പാണിനി ഓർ വ്യാസഗുപ്തൻ ഇങ്ങനെ കുറച്ച് ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരുണ്ടായി. ഇതിൽ പാണിനി വലിയ കഴിവൊന്നുമില്ലാത്ത ഒരു ഡിസൈപ്പിളാണ്. എല്ലാവരും അവനെ കളിയാക്കും, വലിയ, പക്ഷെ ഗുരുവിൻ്റെ അടുത്ത് വലിയൊരു അഡോറിങ് ഒക്കെ ഉണ്ട് അവന്. ബട്ട് ഈ ശിഷ്യന്മാരുടെ ഈ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കാരണം അവനിങ്ങനെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി അന്ന് രാത്രി അവനൊരു സ്വപ്നം കാണുകയാണ്. ഇതുപോലെ തന്നെയായിരുന്നു വ്യാസഗുപ്തനും ഒരു സ്വപ്ന ദർശനം ഇതായിരുന്നു. മഹാദേവ മൗണ്ടൻ, കാശ്മീർ വാലിയിൽ അവിടെ ഒരു മൗണ്ടൻ, ആ മൗണ്ടനിൽ നീ പോയി ഒരു സൈനൊക്കെ കൊടുത്തു സ്വപ്നത്തിൽ. ഒരു അരുവി ഉണ്ടാവും, ആ അരുവിയുടെ താഴ്വര, അവിടെ ആ മൗണ്ടനിൽ ഈ ശിവസൂത്രാസ് എഴുതി വെച്ചിട്ടുണ്ടാവും. നീ അത് വീണ്ടും മാനവരാശിക്കായിട്ട് പകർന്നു നൽകണം. ഇതൊക്കെയായിരുന്നു കാര്യം. ഈ ജ്ഞാനം കാലാകാലങ്ങളിൽ ഗുരുക്കന്മാർ വന്ന് റിവൈവ് ചെയ്യുന്ന പോലെ അതൊരു സ്വപ്ന ദർശനമായിരുന്നു അവർ. അങ്ങനെ അവരവിടെ പോയി, അങ്ങനെ അത് കണ്ടു. അങ്ങനെ അവരവരുടെ ശിഷ്യന്മാർക്ക് പകർന്ന് കൊടുത്തിട്ടാണ് ദിസ് ഹോളി സ്ക്രിപ്ചർ കോൾ ശിവസൂത്ര. 77ഓളം സൂത്രാസ് ഉണ്ട് ഇതിൽ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ദാറ്റ് ഹ്യൂമാനിറ്റിയെ, ദാറ്റ് മൈൻഡിനെ, ദാറ്റ് ബിഗ് മൈൻഡ് ഡിവൈനായിട്ട് റിലേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ജ്ഞാനങ്ങളായിരിക്കും. എന്തായാലും ഇത് തീർക്കാൻ നമുക്ക് സാധിക്കില്ല, ഒരു ദിവസമേ ഉള്ളൂ. എന്നാലും ഈ ഒരു ദിവസത്തിൽ ഞാൻ ബിഗിനിങ്ങിൽ തന്നെ അതിലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പം നമുക്കതിലൂടെ സന്തോഷമായിട്ടൊന്ന് യാത്ര ചെയ്യാം. യെസ്, അത് തലയൊന്നും ആട്ടിൽ ഭയങ്കര സീരിയസ് ആണ്. ഒരു സന്തോഷത്തോടെ ഇരിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ശിവസൂത്ര സേസ് ജ്ഞാനം ജാഗ്രത്. ജ്ഞാനം കേൾക്കുന്നതിൻ്റെ, ജ്ഞാനം നേടിയതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനം ജാഗ്രത്. അങ്ങനെയാണോ? ചില മുഖങ്ങളൊക്കെ കാണുമ്പോൾ ജാഗ്രതയിലാണോ? ദ ശിവസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആനന്ദം, സത്യം, തത്വമൊക്കെ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുര്യ ഭോഗ സംവിത്. മനസ്സിലാവുണ്ടോ? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ജാഗ്രത് മീൻസ് വാട്ട്? ഇതെല്ലാം ദാറ്റ് തുര്യ, ദാറ്റ് ശിവ അവസ്ഥയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നിങ്ങൾ ഉണർന്നിരുന്നാലും ശരി, ഇതെല്ലാം ഇരിക്കാൻ ഒരു തലം വേണ്ടേ? ആ തലമാണ് ശിവ. ഗോട്ട് ഇറ്റ്? സോ ജാഗ്രത് മീൻസ് വാട്ട്? ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം അവസ്ഥ ഇവിടെ നടക്കും കേട്ടാ, ദാറ്റ് അവസ്ഥാത്രയങ്ങളും. രണ്ടാമത്തെ എന്താ? സ്വപ്നം. ചില ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് തന്നെ പോകും സ്വപ്നത്തിലേക്ക്. ചില ആൾക്കാർ ഈ സത്സംഗിലൊക്കെ വന്ന്, ഞാൻ ഇവിടെയല്ല കേട്ടോ, പൊതുവെ ഞാൻ ധാരാളം നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. ചില ആൾക്കാർ ഇരുന്നിട്ട് തന്നെ ആ സുഷുപ്തിയിലേക്ക് പോകും. മനസ്സിന് ഇത് മൂന്നേ അറിയുള്ളൂ. അതുകൊണ്ട് മനസ്സിനെ കൊണ്ട് പിടിച്ചെടുക്കാൻ നോക്കണ്ട ശിവനെ. മനസ്സെവിടെ ഇല്ലാണ്ടാവുന്നുവോ അവിടെ മഹാദേവൻ ഉണ്ടാവും. മൻ മാരോ മഹാദേവ്ക്കോ പ്രാപ്കരോ എന്ന് പറയും. മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയുന്ന ആളല്ല ആര്? ശിവൻ. അതിനുവേണ്ടി വലിയൊരു തപസ്സിൻ്റെ ആവശ്യമില്ല. ഹൃദയം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഈശ്വരൻ. മീൻസ് ഈശ്വരീയത മീൻസ് വളരെ സട്ടിലാണ്, സൂക്ഷ്മതരം, അനുഭവരൂപം, അവിച്ഛിന്നം, പ്രദക്ഷിണം, വർദ്ധമാനം. ദാറ്റ്സ് വാട്ട് ദാറ്റ് തത്വം. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ സ്വരൂപം എങ്ങനെയാണ്? ലൈക്ക്
ആനന്ദരൂപി. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ശാന്തി സന്തോഷമൊക്കെ നമ്മൾ അറിയാണ്ട് വരും. ഒരു കാര്യമൊന്നും വേണ്ട. നോക്കൂ, നിങ്ങൾക്ക് വിഷമിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി വരും. ഒരു കാര്യമില്ലാണ്ട് വിഷമിക്കൂല. പക്ഷെ സന്തോഷവും സുഖമായിട്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? പറ. ഒരു കാരണവും വേണ്ട. ഒരു കാരണമില്ലാണ്ട് ഒന്ന് ചിരിച്ചേ, ഒന്ന് കാണട്ടെ, ചുമ്മാ ഒന്ന് ചിരിക്കും. ഞാൻ ഈ പ്രോഗ്രാം നമ്മുടെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ വളരെ ഇൻട്രാക്റ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ എടുത്തു പോകുന്നതിനേക്കാൾ അപ്പുറം വല്ലതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പറയാം, പങ്കെടുക്കാം, തലയൊക്കെ ആട്ടാം, ചിരിക്കാം, കൈയടിക്കാം, കേട്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു 3 അവസ്ഥയിലായി പോകും. അത്രയേ ഉള്ളൂ കുഴപ്പം. ഓക്കെ. സോ ഈ അവസ്ഥ പറച്ചലല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. സോ ശിവസൂത്ര സേസ് നമ ശ്രീ ശംഭവേ നമഃ. നമ ശ്രീ ശംഭവേ നമഃ. നമ എഗെയിൻ. ശ്രദ്ധിക്കണം, എന്തൊക്കെ വഴിയിലൂടെയാണ് ആ തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് നോക്കിയേ. നമ നേരെ തിരിച്ചിട്ട് എന്തായി? മന. അതാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പ്രോട്ടോകോൾസ് ഒക്കെ പറയുന്നത്. ഇങ്ങനെ കേൾക്കൂ, അങ്ങനെ ഇരിക്കൂ, പങ്കെടുക്കൂ, ഇല്ലെങ്കിൽ ഇത് കൊണ്ടുപോവേ. നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ്. കാറ്റിനെ പോലെയാണ്. ഇവൻ ഗീത ഭഗവാൻ കൃഷ്ണൻ അർജുനൻ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഓരോ അധ്യായത്തിലും അദ്ദേഹം കൺവിൻസ്ഡ് ആവുന്നില്ല. ചോദിച്ചുകൊണ്ടേയിരിക്കുവാണ്. കൃഷ്ണനെ നല്ലതുപോലെ അറിയാം. ഹി സേസ് ചഞ്ചലം ഹി മന കൃഷ്ണ. എൻ്റെ മനസ്സ് നോക്കിയേ പോകുമോ. കൃഷ്ണ ഓൾസോ സേസ് അർജുന മനസ്സ് കാറ്റിനെ പോലെയാണ്. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ പോകുമ്പോൾ കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് നമ ശ്രീ ശംഭവേ നമ. അപ്പോൾ മനസ്സിങ്ങനെ പോകുമ്പോൾ അതിനെ എവിടത്തേക്ക് കൊണ്ടുവരണം? ആ ഈശ്വരനിലേക്ക്, ഭഗവാനിലേക്ക് നമ്മൾ ബോധപൂർവം കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങും. ഇത് പോകുന്നു എന്ന് അറിയുന്ന വലിയ കാര്യമാണ്. ഇതാ യെസ് കറക്റ്റാണ്, അത് പോയി. പോകുമ്പോൾ അതിനെ കൊണ്ടുപോകും. അതാണ് നമ്മുടെ അപ്പോൾ ആ ഒബ്സർവേഷൻ ഇതെല്ലാം ശക്തമാവാൻ വേണ്ടി തുടങ്ങും നമ്മളുടെ. അപ്പോഴാണ് നമുക്കറിയാം ആ ആനന്ദം നമ്മുടെ അകത്ത് തന്നെയാണ്. ശിവസൂത്ര സേസ് സ്വാത്മാനന്ദ പ്രകാശവപുഷേ. ആനന്ദം എന്തിൻ്റെ സ്വഭാവമാണ്? സ്വരൂപമാണ്. പ്രകാശം പോലെയാണ്. പ്രകാശത്തെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ വേണ്ടി സാധിക്കുമോ? 4 വർഷം അപ്പുറമുള്ള ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അറിയോ നിങ്ങൾക്ക്? ഇന്ന് കാണുന്നതല്ല, ഇപ്പം അവിടെ ലൈവ് അല്ല. അത് ഓൾറെഡി ഉണ്ടായതാണ്. പക്ഷെ ആ ഉണ്ടായ പ്രകാശം പോലും ഒരു ഇടതടവില്ലാണ്ട് നമ്മൾക്ക് ഇവിടെ കിട്ടും, നമുക്ക് കാണും. ഇതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഇതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ സോ കമ്മിറ്റഡ് ആൻഡ് സാധക് സേവക്, ഈ ഭാവം മഹാദേവൻ്റെ അടുത്തുണ്ടോ, എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇതെന്ത് ചെയ്യും? നമുക്കൊരു കൊച്ചുകുട്ടി ഒരു എഫേർട്ടും എടുക്കുന്നില്ല. അവൻ സന്തോഷമാണ്, ശാന്തനാണെന്ന് പറയാൻ വേണ്ടി. അവനിപ്പോൾ ഇതിലൂടെയൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ ഒരു 2 വയസ്സുള്ള കുട്ടി, അവനിൽ കാണാം ഈ ആനന്ദവും സന്തോഷവും എല്ലാം, അല്ലേ? ഗുരുക്കന്മാർ ഈ സമാധിയുടെ ഈ സന്തോഷത്തിൻ്റെ സുഖം അനുഭവിച്ച ഔദാര്യമാണ് ഇങ്ങനെയുള്ള ജ്ഞാനങ്ങളെല്ലാം. ഇത് പറയും ശിവസൂത്ര ലോകാനന്ദ സമാധി സുഖം. എന്താണ് ലോകാനന്ദ സമാധി സുഖം? അവരുടെ ആ സമാധിയുടെ, മനസ്സിലാവുന്നുണ്ടോ? ആ സുഖം, അവരനുഭവിച്ച സന്തോഷം, ആനന്ദം നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജീവൻ മുക്തന്മാരുണ്ടായത് കൊണ്ട് കിട്ടിയിരിക്കുന്നതാണ്. ഞാനൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഗുരുവിൽ ഒരു ആകൃഷ്ടനായി. അതുകൊണ്ട് മാത്രമാണ് ഈ യങ് ടൈമിലൊക്കെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും കേൾക്കാനും. അതുകൊണ്ട് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ വ്യാഖ്യാനം ചെയ്തിരിക്കുവാണ്. സത്യം പറയാലോ, അദ്ദേഹം ഈ ഗ്രന്ഥം വ്യാഖ്യാനം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് നോക്കുമായിരുന്നില്ല. മേ ബി നിങ്ങൾക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെ ഉണ്ടായില്ലേ? ഒരാൾ ആ അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഇത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ ഇന്ത്യയിലേ ഇല്ല, US ബട്ട് അവിടെ ഇരുന്നാലും കണ്ടില്ലേ, അത് പിടിച്ചു വെക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ ആനന്ദം പ്രകാശം പോലെ പരക്കുമെന്നുള്ളതിൻ്റെ തെളിവാണിതെല്ലാം. സ്വാത്മാനന്ദ കമം പ്രകാശവപുഷേ. അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടാവുക? ചൈതന്യ ആത്മ. നെക്സ്റ്റ് സൂത്ര സേസ് ചൈതന്യ ആത്മ. നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ചൈതന്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ മനസ്സിങ്ങനെ കളിപ്പിച്ച് നമ്മുടെ പ്രാരബ്ധ കർമ്മ കൊണ്ട് രാഗദ്വേഷങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ, സാറിന് ഇതൊക്കെ പറയാം, നമ്മുടെ അവസ്ഥ നമുക്കേ അറിയുള്ളൂ, ഇങ്ങനെയൊക്കെ തോന്നുന്നില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാം, ഇങ്ങനെയുള്ള സത്സംഗം കാര്യങ്ങളൊക്കെ കൊള്ളാം സാറേ, ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പോയി അവസ്ഥ, ഇങ്ങനെയും തോന്നാറുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും മനസ്സിനെയും ബുദ്ധിയെയും നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം ഫോഴ്സ്ഫുള്ളി. അതല്ല യഥാർത്ഥം. കാര്യം എന്താ? അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും പ്രഭാഷണങ്ങളും ധ്യാനമൊക്കെ ചെയ്യുമ്പോൾ
ഈ പറഞ്ഞിരിക്കുന്ന വ്യവഹാരിക തലത്തിലെ പ്രയാസങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ കുറച്ച് നേരം ഇതൊന്നും എന്നെ അലട്ടുന്നില്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ? കുറച്ച് നേരം ഇതൊന്നും അലട്ടാതെ നോക്കൂ. ഈ പ്രയാസം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ എന്താണ്? ദുഃഖവും പ്രയാസവും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതെല്ലാം വരുമ്പോഴും മുഖത്തെ ചിരിയും സന്തോഷമൊക്കെ നിലനിർത്തി പോകണമെങ്കിൽ ഒരു കഴിവ് വേണം. അവിടെയൊക്കെയാണ് നമ്മളൊരു ആധ്യാത്മിക പാതയിലും ഒരു ഗുരുവും സത്സംഗമൊക്കെ ചെയ്യുന്നതിൻ്റെ ലക്ഷണം നമ്മൾ കാണിക്കേണ്ടത്. ഇതൊന്നും ഇല്ലാണ്ടായിട്ടല്ല സന്തോഷിക്കേണ്ടത്. ഉദാഹരണത്തിന് കണ്ടില്ലേ, ഞാൻ കണ്ണൂരിൽ നിന്നേ വരുവാണ്, എന്തൊക്കെ തടസ്സങ്ങളും പ്രയാസങ്ങളുണ്ട് എനിക്ക് വരാതിരിക്കാൻ. ഇത്രയും പേര് നോക്കൂ, ഒരു 100-100ഓളം പേര് വന്നു. ഇന്ന് രാവിലെ ഇന്നലെ വരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. വേണമെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യായിരുന്നു. ചേച്ചിക്ക് അത്ഭുതമായി. ഉണ്ടോ സാറേ, അത്രയും നമ്മൾ തന്നെ പ്രതീക്ഷിച്ചില്ല തോന്നും. ബട്ട് ഇറ്റ് ഹാപ്പൻ റൈറ്റ്, ദിസ് സത്സംഗ്. അപ്പം നമ്മളെല്ലാം ഫേവറബിൾ ആകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതെല്ലാം നടത്താം. പക്ഷേ പ്രതികൂലമാവുമ്പോഴും ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഭക്തനാണ് എന്ന് പറയുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കുന്നതിൻ്റെ, അല്ലേ? കൈയൊക്കെ അടിക്കാം. അങ്ങനെയുള്ളൊരു ഭക്തന്മാർ പറഞ്ഞ് നടന്നപ്പോഴായിരുന്നു രാമായണവും, ശരിയല്ലേ, ഹനുമാനും ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ. അല്ലാതെ ഇപ്പം എന്താ ഏറ്റവും വലിയൊരു ഭക്തൻ ഹനുമാനൊക്കെ, നമുക്ക് അതിലേക്ക് വരാം. എന്നാലും ഞാൻ ഒരു ടോപ്പിക് തുടങ്ങിയ ചിലപ്പോൾ അങ്ങനെ സോ ചൈതന്യ ആത്മ. അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം ആ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നറിയാം. ഒരു സാധ്യതയില്ല എങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സത്സംഗത്തിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. നിങ്ങളുടെ കർമ്മം ഗംഭീരമായിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു ആധ്യാത്മികതയിൽ വരാനും പങ്കുവെക്കാനും പങ്കെടുക്കാനും ഒക്കെ ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം വീട്ടിൽ മക്കളോ ചായയോ ടി വി കാണലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരുന്നേനെ. ഇവിടെ വരാനും ഇതിനോട് അസോസിയേറ്റ് ചെയ്യാൻ, ഇത് പങ്കുവെക്കാനും ഉള്ള എന്തുണ്ട്? നിങ്ങൾക്ക് ഒരു കർമ്മമുണ്ട്, ഒരു യോഗമുണ്ട്. അതിൽ വിശ്വസിക്കണം ആദ്യം. ക്ലിയർ ആയില്ലേ? സോ ഇത് കൂടുതൽ കൂടുതൽ പ്രിഡോമിനൻ്റ് ആയിട്ട് വരും ഈ ചൈതന്യം. എങ്ങനെയാണ്? സത്സംഗ്, സാധന, മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലുള്ള സേവ, ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ ആളേ അല്ല ഞാൻ. പഴയ ആളെ അല്ല ഞാൻ പറയേണ്ട കാരണം കുറേ നിങ്ങൾ ആ ചൈതന്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി തുടങ്ങും. ചൈതന്യാത്മ. അപ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ ഒരേ ദൃഷ്ടിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പണ്ഡിത സമദർശന, എല്ലാം ഒരുപോലെ നിങ്ങൾ കാണാൻ വേണ്ടി തുടങ്ങും. പൃഥക് ഭാവം ഉണ്ടാവില്ല. ഓ അവരങ്ങനെ ഇവരിങ്ങനെ. വ്യാവഹാരിക തലത്തിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വെളിയിൽ കാണിച്ചാലും അകത്ത് നമ്മൾക്ക് എല്ലാവരോടും ഒരു സമദർശനം, ഒരു ഏകതാഭാവം ഉണ്ടാവാൻ വേണ്ടി തുടങ്ങും. ഇതൊന്നും ഇല്ലാണ്ട് കുറച്ചു നേരം മാത്രം ഇതൊക്കെ ചെയ്തു പോയിട്ട് ഇതെവിടെ നിലനിൽക്കും? അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫോർമേഷൻ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഇല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ ഉണ്ടാവാം. ഇവിടെ ഒന്നും വരേണ്ട ആവശ്യമില്ല. എവിടെ ഇരുന്നോ അവിടെ നിന്നൊക്കെ കേൾക്കാം. പക്ഷെ എന്തുകൊണ്ട് ഇത് അനുഭവമാവുന്നില്ല? സമദർശനം. ശിവസൂത്ര സേസ് യോനി വർഗ കലാശരീരം. യോനി വർഗ കല, അതായത് ഒരേ ചേതനയുടെ ഡിഫറെൻറ്റ് പറയൂ മാനിഫെസ്റ്റേഷനാണ് ഇതെല്ലാം. ഒരേ ചേതനയുടെ ഇത് കുറച്ചൊരു ഹയർ നോളേജാണ് ഈ ശിവസൂത്ര. നമുക്കിപ്പോൾ ഈ ഭാഗവത കഥകൾ പോലെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നിരുന്നാലും കേൾക്കൂ, കൊള്ളാമല്ലേ? കുറച്ചു നേരം സത്സംഗം ധ്യാനമൊക്കെ ആയിട്ട് നമുക്ക് തുടരാം. യോനി വർഗ കലാശരീരം, അതായത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ ആ എല്ലാത്തിലും ഒന്നിലെല്ലാത്തിനെയും കാണാൻ വേണ്ടി തുടങ്ങും. ഗോട്ട് ഇറ്റ്? യെസ്, നോ? ഇവിടെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ആ പൃഥക് ഭാവമുണ്ട്. പിന്നെയാണോ സാറിന് അറിയാനിട്ടാണ് സാറേ അവരങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരനെ നിങ്ങൾ ഓൺ ചെയ്തു എന്നതിൻ്റെ ലക്ഷണം അതാണ്. രാഗദ്വേഷങ്ങളൊക്കെ പോയി. കർത്തൃത്വ ഭോക്തൃ, സ്വാമി ശങ്കര ഓൾവേസ് കർത്തൃത്വ ഭോക്തൃത്വ രാഗദ്വേഷ ഇതൊക്കെ പോകുമ്പോഴാണ്, മനസ്സിലാവുന്നുണ്ടോ, ആ ശങ്കരനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ശങ്കരൻ എന്നുള്ള വാക്ക് പോലും അതാണ്. ശങ്ക, മനസ്സിലാവുന്നുണ്ടോ? ആ സംശയം, പ്രയാസങ്ങൾ ഇതെല്ലാം അകറ്റുന്നവനാണ് ശങ്കരൻ മഹാദേവൻ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അല്ലെ, എനിക്കിതൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ, അതാണ് കർത്തൃത്വ ഭോക്തൃത്വ. ആൻഡ് ആരോടെങ്കിലൊക്കെ രാഗം മീൻസ് ക്രേവിങ്, മോഹം, കാര്യങ്ങൾ ഇതൊക്കെ കൂടുതൽ. ആൻഡ് ദ്വേഷം, ഇതെല്ലാം വില്ലനാണ് നമ്മളുടെ. പഞ്ചക്ലേശ എന്ന് പറയും. വേറെ എന്തൊക്കെയാ അത്? അവിദ്യ, അസ്മിത, രാഗദ്വേഷ, അഭിനിവേശ. അവിദ്യ, ഇതൊക്കെയാണ് സത്യം. അതാണ് സത്യം, ശിവം, സുന്ദരം, ഇതാണ് ട്രൂത്ത്. പക്ഷെ മനസ്സെന്ത് പറയുന്നറിയോ? പുള്ളിക്ക് അതൊക്കെ പറയാം, എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്. അതങ്ങനെ വലിച്ച് നമ്മളെ വ്യവഹാരിക ലോകത്ത് കൊണ്ടുപോകും. എന്നും നശിക്കുന്ന ഈ ആരോഗ്യമാവട്ടെ, സൗന്ദര്യമാവട്ടെ, വെൽത്ത് ആവട്ടെ, ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും പോവാം, ശരിയല്ലേ? പക്ഷെ മനസ്സ് പറയും ഇതെല്ലാം എപ്പോഴും ഉള്ളതാണ്, ശാശ്വതമാണ്, ശാശ്വത വസ്തുവാണ് ഇതെല്ലാം.
ശരി, ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെയുള്ള ശാശ്വത വസ്തുവായിട്ടുള്ള ഈ ആധ്യാത്മികയോടൊന്നും ഒരു പ്രാധാന്യം കാണിക്കാതെ എല്ലാവരും ഇതിൻ്റെയൊക്കെ പുറകിൽ ഓടുവാണ്. എന്തായിരിക്കും നാടിൻ്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം നമ്മളെപ്പോലെയുള്ള കുറച്ച് സത്സംഗം ചെയ്യുന്ന ആൾക്കാരെങ്കിലും വന്നിട്ട് വേണ്ടേ ബാക്കി എത്രയോ കർമ്മദോഷങ്ങളായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങുന്നവരെ കൂടി ഇതിലോട്ട് ആകർഷകരാക്കാൻ വേണ്ടി? അതൊന്നും പറ്റിയൊരു മാസമല്ല ഈ കർക്കിടക മാസം. അതുകൊണ്ട് ഈ ജ്ഞാനയജ്ഞമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് കിട്ടി എന്നുള്ളതിൽ മാത്രമല്ലാതെ എനിക്കെങ്ങനെ എൻ്റെ സമൂഹത്തെ കൂടി കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എപ്പോഴും നശിക്കുന്ന ഒന്നിനെ എന്താവും, നശിക്കില്ല എന്ന് പറയും. പിന്നെ എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകുന്ന ഒന്നിനെ ഒരിക്കലും പോകില്ല എന്ന് പറയും. ഇതാണ്. നിങ്ങൾക്ക് പോയിട്ട് 2 കിലോ ശാന്തി അളന്ന് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറ്റുമോ? 4 കിലോ ആനന്ദം അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എത്ര കാശ് വേണമെങ്കിലും തരാം. കിട്ടൂല അതൊന്നും. കാര്യം അത് നിത്യവസ്തുവാണ്. എന്തുകൊണ്ടാണ് ഈ ചില ആൾക്കാരെ കണ്ടിട്ടില്ല ഈ ആധ്യാത്മികതയിലും ഗുരുക്കന്മാരൊക്കെ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, രമണ മഹർഷി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ഗുരുദേവ്, എത്ര വയസ്സായ അദ്ദേഹത്തിനൊക്കെ സ്റ്റിൽ ട്രാവലിംഗ് ആണ്. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അമ്പലത്തിൻ്റെ കാര്യങ്ങളിൽ കർക്കിടക മഴ ഇല്ലേ, ഇതൊക്കെ ആയിട്ട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ചെയ്യാൻ കാരണം എന്താ? ശ്രീരാമകൃഷ്ണ പരമഹംസനോടൊക്കെ ചോദിക്കും, നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇതിനോട് ഭ്രാന്താണ്, വട്ടാണെന്നൊക്കെ പറയും. കാളിയുടെ ഒക്കെ ഉപാസനയൊക്കെ ഭയങ്കരമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറയും, ശരിയാണ്, എനിക്ക് വട്ടാണ്. എൻ്റെ വട്ട് നിത്യവസ്തുവിനോടാണ്, നിങ്ങൾക്കും വട്ടുണ്ട്. പക്ഷെ അതെന്തിനോടാ? ഇത്രേ വ്യത്യാസമുള്ളൂ. കമോൺ, അനിത്യ വസ്തുവിനോടാണ്. ചില വ്യത്യാസമുള്ളൂ. സോ അവിദ്യ ആൻഡ് അസ്മിത മീൻസ് എൻ്റേത് എൻ്റേത് എനിക്ക് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ. എത്ര കിട്ടിയാലും മതിയാവില്ല കേട്ടോ. അതിൽ ഒന്നുമില്ല. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടി ഇതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല കേട്ടാ. നമ്മൾ ഈ സാധകന്മാർ ഇങ്ങനെ ഞാൻ എൻ്റേതെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ രാഗദ്വേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ദ പഞ്ചക്ലേശാസ് എന്ന് പറയും. ദെൻ ദ 5th one is അഭിനിവേശ. അഭിനിവേശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം എന്നാണ് അർത്ഥം. എല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും അകാരണമായിട്ടൊരു ഭയം, എന്തെങ്കിലും പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? 2-3 വർഷം കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ അതങ്ങനെ ഒരു സ്വപ്നം പോലെ മറന്നേ പോയി. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നില്ലേ? മിക്ക ഭയവും ഇതാണ്, ഒരു ബേസ്ലെസ് ആണ് കേട്ടോ. ഇതൊക്കെ അറിയാം. അപ്പം ഇതെല്ലാം ഭഗവാന്റെ മേലെ വിശ്വാസം ഉറക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഗോട്ട് ഇറ്റ്? സോ ഇതിന് മാർഗം ഇത്രയേ ഉള്ളൂ. ഈ പോകുന്ന മനസ്സിനെ എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുവരണം? ശിവനിലേക്ക്, ഈശ്വരനിലേക്ക് നമ്മൾ കൊണ്ടുവന്നേ മതിയാവും. ആൻഡ് എങ്ങനെ, എവിടെയാ ശിവൻ? ഞാൻ നേരത്തെ പറഞ്ഞു കൈലാസം, ഓൾ ദോസ് തിങ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. അതിപ്പോൾ എവിടെയാണ് അതിൻ്റെ വാസസ്ഥലം? നമ്മളിൽ തന്നെയാണെന്ന് അറിയണം. നമ്മളിൽ ആ ശിവതത്വം, ദാറ്റ് എനർജി എന്ന് നമ്മളെ വിട്ടുപോകുന്നുവോ പിന്നെ നമ്മൾ എന്തായി? ശവമായി. ഇത്രയേ ഉള്ളൂ. ശിവമയമായിട്ടുള്ള ചേതനയാണ് നിങ്ങൾ. കാര്യം എന്താ? അതിലെന്തുണ്ട്? ആ ഊർജമുണ്ട്, ആ തത്വമുണ്ട്, ആ എനർജി നമ്മളിലുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതാണ് ആ എനർജി, ദാറ്റ് പ്രാണസഞ്ചാരേ സമദർശനം. മനസ്സിലാവുന്നുണ്ട്? പ്രാണസഞ്ചാരേ സമദർശനം. എന്താ? ശിവസൂത്ര സേസ് ദിസ്, ശരീരത്തിലെ ശക്തി ചക്ര സഞ്ചാരേ വിശ്വസംഹാര. ശരീരത്തിൽ there are 7 ചക്രാസ്. ഇതൊക്കെ ശിവസൂത്രയിൽ വരുന്നതാണ്. ഇതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു നമ്മളോടും ഈ ആധ്യാത്മികതയോടൊക്കെ കുറച്ചുകൂടി ഒരു പ്രിയം തോന്നും. there are 7 ചക്രാസ് in our body. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂരക. നമുക്കറിയാം ഇങ്ങനെ there are 7 ചക്രാസ്. അപ്പോൾ ഈ എനർജി, ഒരു എനർജിയുടെ പ്ലേ ആൻഡ് ഡിസ്പ്ലേ ആണ് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ്. സോ ദ ഫസ്റ്റ് എനർജി നമ്മുടെ ബേസ് ഓഫ് ദ സ്പൈൻ, നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് ദിസ് എനർജി ഉണ്ടാവുക. ആദ്യം അവിടെയാണ് ജഡതയും ഉത്സാഹവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വരാനും കേൾക്കാനും ഉത്സാഹം ഉണ്ടെങ്കിൽ ദ എനർജി വീണ്ടും നമ്മളുടെ ജനനേന്ദ്രത്തിൻ്റെ പുറകിൽ, ഇപ്പോൾ സ്വാധിഷ്ഠാന ചക്ര, അവിടത്തേക്ക് വരും. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെയും എനർജി 2 രൂപത്തിലുണ്ടാവും. ഒന്നെങ്ങനെയാണ്? കാമവാസനയിലും സൃജനാത്മകത, ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ വീണ്ടും ക്രിയേറ്റീവായിട്ട് ഇതുപോലെയൊക്കെ വന്നു കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടി എൻഗേജ്ഡ് ആവുകയാണ് നിങ്ങളെങ്കിൽ ദ എനർജി വീണ്ടും ഊർദ്ധഗാമിയാണിത്. ഇനി ഇതിന് ഭയങ്കര രസമാണ് കേട്ടോ. ഇതെങ്ങനെ ഊർദ്ധഗാമി എന്ന് വെച്ചാൽ മേലോട്ട് സഞ്ചാരം ഉണ്ടാവുമോ അതുപോലെ പറയൂ. അതുകൊണ്ട് ഈ ജ്ഞാനികൾക്ക് ഇതറിയാം. നിങ്ങൾ വിഷമിക്കുന്നെങ്കിലും
ഒരു ഊർദ്ധഗാമിയിലുള്ള എക്സ്പ്രഷൻ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് വൺ ലൈഫ് ഫോഴ്സ് എനർജി. പ്രാണൻ്റെ പ്ലേ ആൻഡ് ഡിസ്പ്ലേ ആണ് ഈ ജീവിതം. ദെൻ ദ പ്രാണ കംസ് ടു ദ തേർഡ് ചക്ര, മണിപൂരക ചക്ര. മണിപൂരക ചക്രയിൽ എത്തിയ എന്തുണ്ടാവും? പ്രാണൻ. അവിടെ വരുമ്പോഴാണ് സന്തോഷം, ഉദാരത. മനസ്സിലാവുണ്ടോ? അസ്വസ്ഥത, അസൂയൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാവുക. മനസ്സിലാവുണ്ടോ? ഓൾ ദിസ് ചക്രാസിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഉണ്ടാവും. അതാണ് ശിവസൂത്ര ശക്തി ചക്ര സന്ധാര. ഇതിനോട് അനുസന്ധാനം ചെയ്യുമ്പോൾ ഇതെന്താവും? പ്രാണസഞ്ചാരം ഉണ്ടാവേണ്ടി തുടങ്ങും. ആ നേരത്തെ പറഞ്ഞ സമദർശനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ദെൻ ദിസ് മണിപൂരക ചക്രത്തിൽ നമുക്ക് നല്ല ഉദാരത, ജോയ് ഇതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ എഗെയിൻ ദ പ്രാണ വന്നിട്ട് നമ്മളുടെ ഹൃദയത്തിൻ്റെ അനാഹത ചക്ര. സോ ദിസ് ചക്രയിൽ എത്തുമ്പോഴാണ് പ്രാണൻ വീണ്ടും രണ്ടു തരം. ഒന്നെന്താ? ഭയം തോന്നും. കണ്ടില്ലേ? ഹൃദയം ഭയം തോന്നുമ്പോൾ അടിക്കും. വെറുപ്പ് അവിടെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ടിൽട്ടായാൽ മതി കേട്ടാ. അവിടെ തന്നെയാണ് ഈ സ്നേഹവും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് ആരോടെ ഉണ്ടാവുമെന്നറിയോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരോടായിരിക്കും, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോടായിരിക്കും. അതുകൊണ്ട് ആ എനർജി ഭയങ്കര നിങ്ങൾ ടിൽട്ടാവുമല്ലോ. ഗോട്ട് ഇറ്റ്? സോ ആ സ്നേഹം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ ഒരിക്കലും സ്നേഹം ടിൽട്ടാവില്ല, ഭയത്തിലേക്കും വെറുപ്പിലേക്കും പോവില്ല. അതുകൊണ്ടാണ് ഉപനിഷത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് മാ വിദ്യുഷാവഹേ, ഒരിക്കലും വെറുക്കല്ലേ എന്ന്. കാര്യം എന്താവും? ഉടനെ അത് താഴും. വേറെ നിമിഷം മാത്രയിൽ പ്രിയമുള്ളവർ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറും. അത് ആരും ആവാം കേട്ടോ. നിങ്ങളുടെ സോക്കോൾ പ്രിയമുള്ളവർ ആരും ആവാം. ഫാമിലി ആവാം, റിലേറ്റീവ് ആവാം, ഫ്രണ്ട്സ് ആവാം. ഇതുവരെ പറഞ്ഞാൽ ശരിയല്ലേ? ഈ ലോട്ടറി നിങ്ങൾക്ക് അടിക്കാൻ കേട്ടാ, മറ്റേ ഇന്നസെൻ്റ് ലോട്ടറി നമ്പർ നോക്കിയ പോലെ ഇതുവരെ പറഞ്ഞത് എല്ലാ കാര്യം ഇതാണ് ലൈഫ്. ദെൻ അഗെയിൻ എല്ലാവരോടും നല്ല വൺനെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്നേഹം നിങ്ങൾക്ക് മെല്ലെ തോന്നി തുടങ്ങുമ്പോൾ ദ പ്രാണൻ, ദിസ് വിശുദ്ധി ചക്രം അവിടെ കൃതജ്ഞതയുടെ രൂപത്തിലും ദുഃഖത്തിൻ്റെ രൂപത്തിലൊക്കെ വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ദുഃഖം വരുമ്പോൾ തൊണ്ടയിടരും, നന്ദി ഉണ്ടാകുമ്പോഴും വല്ല മൈക്കൊക്കെ കൊടുത്ത് സംസാരിക്കാൻ പറഞ്ഞാലും തൊണ്ടയൊക്കെ ഇടരുന്നത് കാണാം. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ പ്രാണൻ ഇവിടെയാണ്, ആ എനർജി. നല്ല നന്ദി ഉണ്ടെങ്കിൽ ഈ പ്രാണൻ എഗെയിൻ എവിടെ വരെ വരും? പറയൂ. ആജ്ഞാചക്ര, ജാഗരൂകത, നല്ല ശ്രദ്ധയോടെ ഇരിക്കും. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല? എങ്ങനെ ഇരിക്കും? അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കും. അതുപോലെ ദേഷ്യം വരുമ്പോഴും നെറ്റി ചുളിക്കും. എന്നോടല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ നെറ്റി അറിയാണ്ട് ചുളിഞ്ഞു പോകും. ബിക്കോസ് ദ സെൻസേഷൻ മച്ച് മോർ പ്രെഡോമിനൻറ്റ് ദിസ് പോർഷനിലാണ്. അതാണ് വൺ ഇസ് നെഗറ്റീവ് ആൻഡ് അതർ വൺ ഇസ് പോസിറ്റീവ്. ആൻഡ് നല്ല അവെയർനെസ്, ശ്രദ്ധ. അതാണ് ഈ ഭഗവാന്മാരുടെയൊക്കെ പുറകിൽ, ശിവൻ്റെയൊക്കെ കഴുത്തിലൊക്കെ പാമ്പിൻ്റെ സൈൻ അതാണ്. ബിക്കോസ് മഹാദേവൻ സഹസ്രാക്ഷൻ എന്നൊക്കെ പറയും. മനസ്സിലുണ്ട്? ഈ പാമ്പിൻ്റെ ഒക്കെ സിംബലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അവെയറാണ്, ശ്രദ്ധയാണ് ഭയങ്കര. നമുക്ക് ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ 1000 കണ്ണുള്ള അവസ്ഥ എന്തായിരിക്കും? സഹസ്രാക്ഷൻ എന്ന് വെച്ചാൽ അതാണ്. അത്ര പിനാക്കിൾ ഫോം ഓഫ് അവെയർനെസ്. അത്ര അവെയറായിട്ടിരിക്കുമ്പോൾ ഒരു തെറ്റോ ഒരു അബദ്ധമോ ഒരു ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? പ്രാണ അത്ര ഊർദ്ധഗാമിയായിരിക്കും. ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? ഇതൊക്കെയാണ് ഈ പ്രാർത്ഥനയിലൂടെയും പൂജയിലൂടെയും വഴിപാടിലൂടെയും സത്സംഗിലൂടെയും സാധനയിലൂടെയൊക്കെ ഉണ്ടാവുന്നത്. ശിവസൂത്ര ജസ്റ്റ് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ, ഒരു ശാസ്ത്രീയ വിധിയോടുകൂടി. ദെൻ നല്ല കൃതജ്ഞത നിങ്ങൾക്ക് ഉണ്ടായി, ശ്രദ്ധ ഉണ്ടാവുമ്പോൾ ദ പ്രാണ എഗെയിൻ ഉണ്ടാവും. അപ്ലിഫ്റ്റ് ചെയ്ത് ദ ബ്രഹ്മരന്ധ്രം, സഹസ്രാർ. അവിടെ രണ്ടില്ല, അവിടെ ഒന്നേ ഉള്ളൂ. കേവലം ആനന്ദം മാത്രമേ ഉള്ളൂ, പരമാനന്ദം. മനസ്സിലാവുന്നുണ്ടോ? സോ ശക്തി ചക്ര സന്ധാര വിശ്വസംഹാര മീൻസ് ദാറ്റ് ഇതെല്ലാം നമ്മുടെ അകത്ത് തന്നെയാണെന്ന് അറിയണം. അതുപോലെ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ദേവി ദേവാസ് ഉണ്ട്, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. നമ്മൾ ഈ അമ്പലങ്ങളും അല്ലെ ചില വാദ്യോപകരണങ്ങൾ, ഈ ഡ്രംസ്, ഇതെല്ലാം നമ്മളിങ്ങനെ അടിക്കുമ്പോൾ നമ്മളുടെ ആ ബേസ് ഓഫ് ദ സ്പൈൻ അവിടെയാണ് ആ സെൻസേഷൻസ് ഉണ്ടാവുക. ഡ്രംസ് എല്ലാം, ഈ ഡമരു, ഓൾ ദോസ് തിങ്. ആൻഡ് മെല്ലെ ഈ നാഗസ്വരം, ഇതെല്ലാമാണ് ഈ സെക്കൻഡ് ചക്രയുടെ വാദ്യം. ആൻഡ് തേർഡ് ചക്രയുടെ വാദ്യം ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ സ്ട്രിങ്സ് ആണ്, ഈ വയലിൻ. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഫോർത്ത് ചക്ര ഇവിടെയൊക്കെ വരുമ്പോൾ എന്താവും? അഗെയിൻ ഈ പുല്ലാങ്കുഴലൊക്കെയാണ്, ഈ വിൻഡിലൂടെ പുല്ലാങ്കുഴൽ. അഗെയിൻ ഇവിടെ വരുമ്പോൾ ബെല്ലാണ്, ബെൽ, ദ സിക്സ് ചക്ര. ഇതൊക്കെ എന്താ വരിക? ബെൽ. മണി മുഴങ്ങുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഭയങ്കരമായിട്ട് ഗോട്ട് ഇറ്റ്? ഓൾ ദോസ് തിങ്സ്. ആൻഡ് ഇതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ദേവാസ് ഉണ്ട്. ദ ഫസ്റ്റ് ചക്ര ഓഫ് കോഴ്സ് ഗണപതി. ദെൻ കംസ്
Devi, second and Kartikeya, Shiva, Krishna, and the sixth in the Deva, you know who? The Guru. അതാണ് കൃതജ്ഞത ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൃതജ്ഞത ഉണ്ടാവുമ്പോൾ ദ പ്രാണ അപ്ലിഫ്റ്റഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു ഗുരു ഒക്കെ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഒരു സൗഭാഗ്യമാണ്. നിനക്കൊരു ഇതെല്ലാം ശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഗുരുവാക്യം പ്രമാണമാണ്, ഗുരുവിൻ്റെ വാക്ക് ശാസ്ത്രമാണ്. ഇതെല്ലാം വിധികൾ പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സംസാരികളായിട്ടുള്ള നമ്മുടെ അടുത്ത് ഒരാൾ അറിയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു തരുന്നെങ്കിൽ അയാൾ നമുക്ക് ഗുരുവാണ്. അത് ആധ്യാത്മികതയിലാവുമ്പോൾ ഇതുപോലൊരു റെസ്പെക്ട്. നമ്മളെ കണക്കും മലയാളമൊക്കെ പഠിപ്പിച്ചൊരു ടീച്ചർ പോകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യും. നൃത്തം പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, നടരാജൻ അദ്ദേഹത്തെ വന്ദിച്ചിട്ട് എന്താ നാട്യവന്ദനം, ഗുരുവന്ദനം, അതിൻ്റെ സ്റ്റെപ്പ് പോലുണ്ട് നൃത്തത്തിൽ. അതുകൊണ്ട് ഇതിനൊന്നും നിങ്ങൾ മടിക്കേണ്ടതോ നാണിക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു ഗുരു കാലഘട്ടത്തിൻ്റെ സൗഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാവുന്നത്. സോ ശിവസൂത്ര പറയും ഗുരു ഉപായ. എന്താണ് ഗുരു ഉപായ? കാരണം ഗുരു ഇസ് ദ മെയിൻ. ഗുരുവാണ് കവാടം. ഗുരു ബിന ഗതി നഹി. ഗുരുവില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഇത് പറഞ്ഞു തരാനും അനുഭവിപ്പിച്ച് തരാനും ഒരാൾ വേണ്ടേ? വേണ്ടയോ? നോക്കട്ടെ സാറേ, സൗകര്യം ഉണ്ടെങ്കിലാവാം. നമ്മുടെ സൗകര്യവും നമ്മൾ ഇറങ്ങിയാലൊന്നും ഒരു ഗുരുവിനെ കിട്ടൂല കേട്ടാ. ഒരു ഗുരു ഒരു ലക്കാണ്, ഒരു ലോട്ടറി അടിച്ചിട്ട് കിട്ടുന്ന പോലെയാണ്. ഇറങ്ങി പുറപ്പെട്ടാലൊന്നും കിട്ടുന്ന ഒരാളല്ല ഗുരു. അഹൈതുക കൃപ എന്നാ പറയാം. ഒരു കാരണവുമില്ലാണ്ട് ജീവിതത്തിൽ വരുന്നൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഗുരു ഉപായം. ഗുരുദ്വാർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗുരുവാണ് കവാടം. ഗുരു കാലഘട്ടത്തിൽ വേണം എന്തായിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതൊക്കെ വലിയൊരു കാര്യമാണ്. ഒരു ഗുരുക്കന്മാർ കാലാകാലങ്ങളിൽ വന്നിട്ട് നമുക്കിതെല്ലാം പറഞ്ഞു തന്ന് അനുഭവിപ്പിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. വൈ ഒരു ഗുരു? എന്തിനാ? ശിവസൂത്ര സേസ് സിദ്ധ സ്വതന്ത്ര ഭാവ. കാര്യം അവർ ഫ്രീ ആണ്, അവർ ബൗണ്ടഡ് അല്ല. അവർക്കുള്ളതല്ലേ അവർക്ക് തരാൻ പറ്റൂ. പറയൂ നമുക്ക്. അതായത് തത്പ്രാപ്യ തദൈവ ഭാഷ്യത്തെ തദൈവ ശൃണതി തദൈവ ചിന്തയതി തദൈവ ലോകയതി. ഉദാഹരണത്തിന് ഗ്രേപ്പിനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ് വരുമോ? ആപ്പിളിനെ പിഴിഞ്ഞ ലൈം കിട്ടുമോ? നോ, റൈറ്റ്? അതിലെന്താണോ എസെൻസ് കണ്ടന്റ് അതേ വരുള്ളൂ. അതുപോലെ സിദ്ധ സ്വതന്ത്ര ഭാവം. ആരാണോ മുക്തരായിട്ടുള്ളവർ അവർക്ക് നമ്മളെ മുക്തിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാം മുക്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇതിനെ കാലാകാലത്തിൽ റിവൈവ് ചെയ്തിരിക്കുവാണ് ഈ ഗ്രന്ഥങ്ങൾ, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയും മനസ്സിലാവുന്നുണ്ട്, ശിവസൂത്രയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ശാസ്ത്രം പ്രമാണങ്ങളായിട്ട് സൂചിപ്പിക്കുന്ന ഈ മഹത് ഗ്രന്ഥങ്ങളെ ഇനിയും നമ്മൾ പങ്കുവെക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ, ഇപ്പം തന്നെ സമൂഹം ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും, ശരിയല്ലേ? കുറേ യങ്സ്റ്റേഴ്സൊക്കെ ഒരുപാട് ഇതാണ് യഥാർത്ഥ ശിവാനന്ദ ലഹരി. ഇതിനപ്പുറമായിട്ട് വേറൊരു ലഹരി ഇല്ല. പക്ഷെ ആൾക്കാരുടെ ലഹരി എന്തൊക്കെയാ? കമോൺ, അവൻ്റെ സുഹൃത്ത് ആ ലഹരി എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അവൻ്റെ മറ്റേ സുഹൃത്തിനോട് അവൻ പോയിട്ട് സംസാരിച്ചത്, വാട ഇങ്ങോട്ട് ലഹരി ഉണ്ട് എന്ന്. നിങ്ങൾ ഈ ലഹരി നുകരാൻ തുടങ്ങിയിട്ട് ഈ സന്നിധിയിൽ എത്രയോ വർഷങ്ങളായി. നിങ്ങൾ എന്തുകൊണ്ട് റീച്ച് ഔട്ട് ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പങ്കുവെക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കർക്കിടക മാസം ഇവിടെ ഒരു ഉത്സവമാക്കി മാറ്റുന്നില്ല? എന്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള ഒരു സത്സംഗിൽ യങ്സ്റ്റേഴ്സിനെയും ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഇരുത്തി, ശരിയല്ലേ, 2 ഭഗവത് നാമ സങ്കീർത്തനങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല? മൈ ക്വസ്റ്റ്യൻ ടു യു. ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉള്ളിൽ കിടക്കണം. സോ ഇതിനപ്പുറമായിട്ടൊരു ലഹരി വേറെ ഇല്ല. ആനന്ദം, അതാണ് അൾട്ടിമേറ്റ് ലഹരി. എങ്ങനെ? ശിവനിലൂടെ. ദാറ്റ്സ് വാട്ട് ശിവാനന്ദ ലഹരി. ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? ഓൾ ദോസ് തിങ്സ്. നിങ്ങളുടെ മുഖത്തൊന്നും കാണുന്നില്ലല്ലോ ദൈവമേ. ഞാൻ കണ്ണൂരാണ്, എൻ്റെ ഭാഷ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം മനസ്സിലൊക്കെ ആവുന്നില്ലേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിങ്ങനെ കുറേ ഇൻഫോർമേഷൻസ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വിടുന്നതിലല്ല കാര്യം, അത് നുകരുന്നതിലാണ് കാര്യം. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ശിവസൂത്ര സൈസ് വല്ലതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഉദ്യമോ ഭൈരവ. എന്താണ് നെക്സ്റ്റ്? ഉദ്യമോ ഭൈരവ. ഒരു ഭൈരവൻ ശിവൻ്റെ തന്നെ ഒരു ഉഗ്രമൂർത്തിയുടെ ഒരു അവതാരമാണ് ഭൈരവ. ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? ഒരു ഭൈരവനെ പോലെ ചെയ്യണം. സ്വാമി ശങ്കര സേസ് ദിസ്, ഉദ്യോഗിനം പുരുഷ സിംഹം ഉപയതി ലക്ഷ്മി. അല്ലാണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നിട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പ്രാർത്ഥിക്കുക കൂടി വേണം.
ഇപ്പം വലിയൊരു ശിവൻ്റെ ഭക്തൻ എപ്പോഴും പ്രാർത്ഥിക്കും മഹാദേവനെ, മഹാദേവ രക്ഷിക്കണേ, എൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ അങ്ങേക്ക് എപ്പോഴും അർച്ചന ചെയ്തൊക്കെ എനിക്ക് ലോട്ടറി അടിക്കണം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ദേവി പാർവതി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങി, ഇത്ര വലിയ ഭക്തന് ഒരു കരുണ ചെയ്തൂടെ, അവനാ ലോട്ടറി അടിപ്പിച്ചൂടെ മഹാദേവ എന്ന് പറയുമ്പോൾ മഹാദേവൻ തപസ്സൊക്കെ ഇളകിയിട്ട് പറയണം ദേവിയോട്, ആദ്യം അവരുടെ ലോട്ടറി എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറയണം. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് നമ്മളുടെ ഇരിപ്പ്. ഒരേ വിളിയാണ്. ആ ഗ്രേസ് ഫ്ലോ ചെയ്യാൻ ഒരു ഉദ്യമമൊക്കെ ചെയ്യണ്ടേ? പറയൂ. ദർ വാസ് എ ഡെവോട്ടി. അയാളിങ്ങനെ പോകുമ്പോൾ അയാളുടെ വണ്ടി കുഴിയിലായി പോയിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഹനുമാന്റെ നാമം ഇങ്ങനെ ഉച്ചരിക്കുവാണ് അല്ലേ? ബജരംഗബലി. ഹനുമാൻ ഭയങ്കര ശക്തനല്ലേ, ഭയങ്കര ഭക്തനാണ്, ഇഷ്ടദേവതയെ വിളിക്കുവാണ്. ഒരു ഹനുമാൻ സഹി കെട്ടിട്ട് അവൻ്റെ മുഖത്തടിച്ചിട്ട് പറയാണ്, എടാ ഒന്ന് തള്ളിക്കൊണ്ട് ഒരു പേരെങ്കിലും വിളിക്കണ്ടേ? ഹലോ, ആരുടെയൊക്കെ നോട്ടം കണ്ടേ അറിയാം, ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രമാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി 9 സ്റ്റെപ്പ് നമ്മുടെ മുമ്പിലേക്ക് വെക്കും. ഇതെല്ലാം അങ്ങനെ ഒരു സ്റ്റെപ്പാണ്. മഴ മാറിയിട്ട് പോലും ഇങ്ങനെ ഒന്ന് വളരെ സുഖമായിട്ട് കേൾക്കാനൊരു അവസരമായി. ശരിയല്ലേ? ഗുരുക്കന്മാരോട് ചോദിച്ചു, ഒരു സ്റ്റെപ്പ് വെച്ചാൽ അങ്ങ് എന്താ നമുക്ക് ചെയ്യുക? ഞാൻ 9 സ്റ്റെപ്പ് വെക്കും. അഥവാ വെച്ചിട്ടില്ലെങ്കിലോ? അപ്പോൾ അവർ പറയും ആ ഒരു സ്റ്റെപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അല്ലാതെ നമ്മളെ കൊണ്ട് എടുത്ത് വെപ്പിക്കില്ല കേട്ടാ. ദുർഘടമാണ്, അറിയാം. പക്ഷെ അതിലേക്കൊരു ശ്രദ്ധയൊക്കെ വേണം. വില്ലിങ്നെസ് ടു നോ ദ അൺനോൺ. അറിയാത്ത ഒന്നിനെ അറിയാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾ വെച്ച് തുടങ്ങണം. കാര്യം എന്താ? അത്രയും ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാണ് ശിവസൂത്ര സൈസ് സ്വപദം ശക്തി. എന്താണ് സ്വപദം ശക്തി? നമ്മുടെ അകത്ത് തന്നെയാണ് ആ ശക്തി ഉള്ളത്. അത് അറിഞ്ഞുകൊണ്ട് നമ്മളത് മുന്നോട്ട് പോകണം, അത് അച്ചീവ് ചെയ്യണം. ബട്ട് ഇത് അച്ചീവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മടി കാണിക്കുന്ന എന്താ? നമ്മുടെ തന്നെ ഡിസയറാണ്, ആഗ്രഹങ്ങളാണ്. അത്രയും പ്രാണശക്തി ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ഈ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ പ്രാണൻ ഡിപ്ലീറ്റഡ് ആയി പോകും. എനർജി നേരെ താഴ്ന്ന്, മനസ്സിലാവുന്നുണ്ട്, ദേഷ്യം, ദുഃഖം, നേരത്തെ പറഞ്ഞ അധോഗതിയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങും. സോ അതുകൊണ്ട് ശിവസൂത്ര സംസാരികളായ നമുക്കൊരു രസമായിട്ടുള്ളൊരു കഥ പറയുകയാണ്. ഇച്ഛാശക്തിർ ഉമാകുമാരി. എന്താണ് ഇച്ഛാശക്തിർ ഉമാകുമാരി? ഭയങ്കര രസമാണ് ഈ കഥ. കഥ ഇഷ്ടമല്ലേ? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരിക്കൽ ഉമാ പാർവതി മഹാദേവനെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കല്യാണം കഴിക്കാൻ മഹാദേവന്. ഉമാ പാർവതി കന്യക ആ സമയത്ത് ഈ സന്നിധിയിൽ 2 ആളുണ്ടല്ലേ, ഭയങ്കര സന്തോഷം. അപ്പോൾ ഭയങ്കര പ്രാർത്ഥന. മഹാദേവനെ അങ്ങനെയൊന്നും ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ തപശക്തിയിൽ മഹാദേവൻ സംപ്രീതനായി. മഹാദേവൻ ഇവരെ എന്താണ് കല്യാണം കഴിക്കാനായിട്ട് വരുവാണ്. വേളി എന്താ പറയുക, അങ്ങനെ വരുവാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇന്ദ്രനും ദേവന്മാരൊക്കെ ആകെ പ്രയാസത്തിലായി. എന്തുകൊണ്ടാണ് പ്രയാസത്തിലായത്? കാര്യം ദേവി കന്യകയായിട്ട് തുടരണം. അപ്പോഴേ ഈ അസുരന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നിഗ്രഹം ചെയ്ത് കഴിഞ്ഞാൽ, കന്യകത്വം പോയി കഴിഞ്ഞാൽ എന്താവും? ഈ അസുരന്മാരെ പിന്നെ വധിക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ ഒരു ഘടകം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേവേന്ദ്രനൊക്കെ നാരദ മഹർഷിയുടെ അടുത്തൊക്കെ പോയിട്ട് പറഞ്ഞു. മഹർഷി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. ആ ഉപായം ഇതാണ്: ഇവർ കൈലാസത്തിൽ നിന്ന് മുഴുവൻ കല്യാണ പാർട്ടിയായിട്ട് ഇറങ്ങി. ആരൊക്കെ? പണ്ടുണ്ട് ഇതൊക്കെ. ഈ കല്യാണ പാർട്ടി, ഭൂതഗണങ്ങൾ, ഈ ചെണ്ടയൊക്കെ മുട്ടിയ ആൾക്കാരൊക്കെ ആയി വാദ്യഘോഷത്തോടെ മഹാദേവൻ ദേവി ഉമ്മയെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുവാണ്. അപ്പോൾ കല്യാണം കഴിച്ചാൽ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 21 കിലോമീറ്റർ അകലെ, ആ സ്ഥലം ഏതാണെന്ന് പറയാം, കന്യാകുമാരിയാണ്. കന്യാകുമാരിയുടെ അടുത്ത് നിന്ന് 21 കിലോമീറ്റർ അകലെ ശുചീന്ദ്രം എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ നമ്മുടെ ഇദ്ദേഹം ദേവേന്ദ്രൻ ഒരു കോഴിയുടെ രൂപത്തിൽ പോയിട്ട് ഇരുന്നിട്ട് കൂവിയപ്പോൾ ആ മറ്റേ ശിവൻ്റെ ഗണങ്ങൾക്ക് മനസ്സിലായി. എന്തായി? നേരം വെളുത്തു, ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കാൻ. കാര്യം മുഹൂർത്തം തെറ്റി. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മടങ്ങി. മനസ്സിലായില്ലേ? അപ്പോൾ പണ്ടേ ഉണ്ട് ഈ കല്യാണം മുടക്കുന്ന ടീമൊക്കെ. ദേവേന്ദ്രൻ തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് മടങ്ങി. ആ മടങ്ങിയ സ്ഥലമാണ് ശുചീന്ദ്രം. അപ്പോൾ ഈ ദേവി പാർവതി മീൻസ് ദാറ്റ് ഉമ കന്യാകുമാരി ഇപ്പോഴും അവിടത്തേക്ക് നോക്കിയിരിക്കുന്ന, ജപമാലയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഫോമിലാണ് എന്തുള്ളത്? ആ പ്രതിഷ്ഠയുള്ളത്. അതുകൊണ്ട് എന്തോ ഒരു ചൊല്ലുണ്ടല്ലേ, ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല, പക്ഷേ കേട്ടിട്ടുണ്ട്. കന്യാകുമാരി പോയാൽ ശുചീന്ദ്രം പോകണം, ഓർ ശുചീന്ദ്രം പോയാൽ
കന്യാകുമാരിയിലും പോകണം എന്നുള്ള എന്തോ ഒരു ശാസ്ത്രമുണ്ട്. ഉണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പോയാൽ നല്ലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ സങ്കല്പം ഒരു എന്തിൻ്റെ രൂപത്തിലാണ്? കന്യകയുടെ രൂപത്തിലാണ്. അതുകൊണ്ട് ആഗ്രഹം പൂർത്തീകരിച്ചിട്ട് സന്തോഷിക്കാം എന്ന് വിചാരിക്കണ്ട. ആഗ്രഹം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ആഗ്രഹം വന്നിരിക്കും. അത് അതിൻ്റെ സ്വഭാവമാണ്. എന്തൊക്കെ ആഗ്രഹങ്ങൾ ചെറുപ്പത്തിലുണ്ടായി നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു പാവയിലായിരുന്നു സന്തോഷം, പിന്നെ കൂട്ടുകാരിലായിരുന്നു. നിങ്ങൾ നോക്കൂ, ഒരു പാവ സന്തോഷിപ്പിച്ച നിങ്ങളാണ് ഇപ്പോൾ വന്ന് കല്യാണത്തിൽ, ജോലിയിൽ, ശമ്പളത്തിൽ, വീട്, മക്കൾ, ജോലി, പ്രായമായിട്ടും ഇപ്പോഴും ആ മനസ്സിൽ ആ കന്യകയുടെ സ്വഭാവമാണ്. തൃപ്തിയാവുന്നേ ഇല്ല. ശരിയല്ലേ? ഇനിയും വേണം, ഇനിയും വേണം. അതുകൊണ്ട് ഇത് തടസ്സമൊന്നുമല്ല കേട്ടാ. ശിവസൂത്ര സൈസ് അതിൻ്റെ ആ ഭാവത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ആരുടെ ഭാവമാണ്? ഒരു കന്യകയുടെ ഭാവമാണ്. പക്ഷേ അത് ആരിലെത്തിയാലേ തൃപ്തമാവുള്ളൂ? കമോൻ, ശിവനിലെത്തിയാലേ തൃപ്തമാവുള്ളൂ. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഇതായി. ഇച്ഛാശക്തി, അതും ഒരു ശക്തിയാണ്. ഉമാകുമാരി. സോ അതിൻ്റെ പ്രഭവത്തിലേക്ക് നമ്മൾ പോകണം. ആ പ്രഭവം എവിടെയാ? നേരത്തെ പറഞ്ഞു, ശിവതത്വം ആനന്ദം. അതുകൊണ്ട് ശിവനിലേക്ക് വരണമെങ്കിൽ വെളിയിലല്ല നമ്മൾ വരേണ്ടത്, നമ്മൾ അകത്തേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇൻസൈഡ്. സോ ദാറ്റ് അന്തർമുഖി സദാസുഖി. നമ്മുടെ അകത്തേക്ക് മനസ്സിനെ കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥയാണ് ഇതിന് മെഡിറ്റേഷൻ, ധ്യാനം. കേൾവി മാത്രമല്ല പരിഹാരം. അല്പം അകത്തേക്ക് പോയി നമ്മളുടെ ആ സ്റ്റിൽനെസ്, ആ സ്വരൂപത്തെ കൂടി നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വിൽ ഡു എ വെരി ഷോർട്ട് മെഡിറ്റേഷൻ. നോക്കൂ, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 45 മിനിറ്റ് കഴിഞ്ഞു. ഓൾറെഡി 45 മിനിറ്റ്സ്. അത്രയും സമയം തോന്നിയോ? 45 മിനിറ്റായി. ഇനിയും ഒരുപാട് സൂത്ര ശ്ലോകാസ് ആർ ദർ. ഇങ്ങനെ നിങ്ങൾ ഇൻഫോർമേഷൻ ഇങ്ങനെ കേട്ടാൽ കൊള്ളാം ഇങ്ങനെ പോകുന്നല്ലാതെ നല്ലത് തന്നെ. പക്ഷെ ആ ഇൻഫോർമേഷൻ എക്സ്പീരിയൻസ് ആവണം. നോയിങ് ഡിഫറൻസ് ആണ്, എക്സ്പീരിയൻസിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നോയിങ് ആണ് നോളേജ്, എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് വിസ്ഡം. സോ ശിവസൂത്രത്തെ ഒരിക്കലും എന്തായിട്ട് കാണരുത്? ഒരു നോളേജായിട്ട് കാണരുത്, അനുഭവമായിട്ട് കാണണം. സോ അനുഭവമാണ് എന്തെന്ന്? ദൃശ്യം ശരീരം. മനസ്സിലാവുന്നുണ്ടോ? ഈ കാണുന്നതെല്ലാം എന്താണ്? ദൃശ്യമാണ്. കാണാൻ സഹായിക്കുന്നതാണ് ദൃഷ്ടാവ്. ആ ദൃഷ്ടയിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് എന്താ? ദൃശ്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്? കണ്ണുകൊണ്ടാണ് കാണുന്നത്. ശരിയല്ലേ? അപ്പം ഞാൻ എന്താണ്? ദൃശ്യവും. കാണുന്ന കണ്ണാണ് ദൃഷ്ടാവ്. ഇനി കണ്ണാണോ കാണുന്നത്? സത്യം പറയണം. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചാലോ? ഹലോ എന്നാക്കിയാൽ നിങ്ങൾ പറയും, സാറേ ഞാൻ എൻ്റെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് കാണില്ല. ഇത്രയും മൈക്കിൽ പറഞ്ഞാലും കേൾക്കില്ല. ഒരാൾ വർക്ക് ചെയ്താ, ആര് വർക്ക് ചെയ്താ? മനസ്സ് വർക്ക് ചെയ്താ. അപ്പോൾ കണ്ണ് വീണ്ടും എന്താണ്? ദൃശ്യമാണ്. മനസ്സാണ് ദൃഷ്ടാവ്. ഇനി മനസ്സാണോ യഥാർത്ഥത്തിൽ ദൃഷ്ടാവ്? സത്യം പറ. ഇപ്പോൾ കുറച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങി നിങ്ങൾ. ശരിയല്ലേ? ആ ചിന്തിച്ച ബുദ്ധിയാണ് ആര്? ഇപ്പോഴേ കുറച്ചൊന്നുള്ളിലേക്ക് വന്നത്. പറയൂ. കണ്ടില്ലേ? അത് അകത്തേക്ക് പോകുന്ന കണ്ടില്ലേ? ആ അകത്തേക്ക് പോയിട്ടുള്ള ആ ബുദ്ധിയാണ് എഗെയിൻ ഹു? ദൃഷ്ട. മൈൻഡ് എഗെയിൻ ദൃശ്യമാണ്. ആൻഡ് എഗെയിൻ ബുദ്ധിയാണോ? കറക്റ്റ് ഓർമ്മയില്ല എങ്കിൽ ഈ ബുദ്ധി കറക്റ്റ് ഫങ്ഷൻ ചെയ്യില്ല. ഇതെല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കും കേട്ടോ. നിങ്ങളുടെ പേരെന്താ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് എവിടെയാ എന്നൊക്കെ പറയുമ്പോൾ ആ റെക്കോർഡഡ് ആയിട്ടുള്ള മെമ്മറിയിൽ നിന്ന് ഇൻ്റലക്റ്റിലേക്ക് പോയി മൈൻഡിലേക്ക് വന്ന്, മനസ്സിലാവുന്നുണ്ടോ? ഇന്ദ്രിയങ്ങളിലേക്ക് വന്നിട്ടാണ് ഈ ആക്ഷൻസ് ഒക്കെ വെളിയിൽ നടക്കുന്നത്. 1000 സെക്കൻഡിൻ്റെ അംശത്തിൽ ഇതെല്ലാം വരും അകത്തുനിന്ന്. പക്ഷേ എഗെയിൻ കുറച്ചുകൂടി അന്തർമുഖി അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബുദ്ധിയും ദൃശ്യമാണ്. പറ. ഓർമ്മ ദൃഷ്ടാവായിട്ട് വരും. ഇനി ഈ ഓർമ്മക്ക് പോലും ഫങ്ഷൻ ചെയ്യാൻ ഒരാൾ കാരണമാണ് നടക്കുന്നത്. അതാണ് എന്തെന്ന്? ഐഡൻറ്റിറ്റി. ഞാൻ. നിങ്ങളിതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം, ഒരു ചേച്ചി പറയുകയാണ് വീട്ടിൽ, അപ്പുറത്ത് അയാളെ അറിയില്ലേ, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. അയാൾ അനങ്ങാണ്ട് പേപ്പറൊക്കെ വായിക്കും, ചായയൊക്കെ കുടിക്കും. ഫൈനലി ഇവരൊരു കൺക്ലൂഷൻ പറയും. എന്താ പറയുക? അയാളെ പോലെ തന്നെയാണ് നിങ്ങളും. ഇത് കേട്ടാൽ പുള്ളി എന്താ ചെയ്യുക? ഉടനെ പേപ്പർ അവിടെ ഇട്ടിട്ട്, എന്താണ് നീ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന് കണ്ട് ഇവിടെയൊക്കെ തൊടുമല്ലേ? അതുവരെ പുള്ളി അത് സ്പർശിക്കില്ല. അപ്പോൾ ആ സ്പർശിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്നെക്കുറിച്ച് പറഞ്ഞു ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ദാറ്റ്സ് വാട്ട് ദ ഈഗോ, ഐ ആം.
നിങ്ങളുടെ എല്ലാം, all the tension, stress, desires, anything and everything related to this unseen subtle portion, that's what ego, I. And my dear, അത് again എന്താണ് പറയൂ, ദൃശ്യമാണ് കേട്ടോ. പക്ഷെ അതിനെപ്പോലും അതാണ്, ഇതൊന്നും ഞാനല്ല, ഏതല്ല, മനോബുദ്ധി അഹങ്കാര ചിത്താനിനാകും. പിന്നെ ആരാണ്? ചിതാനന്ദ രൂപ ശിവോഹം ശിവോഹം. നിങ്ങൾ എവിടെയൊക്കെ ഇത് നിങ്ങളാണെന്ന് ധരിച്ചു. ശരിയല്ലേ? അവൻ എന്നെ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നി, ഈഗോ എഗെയിൻ. അവരെന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കേട്ടാ, ഓർമ്മ. അയാളേതാ കണ്ടില്ലേ, എന്തൊക്കെയോ എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നുണ്ടാവും. ബുദ്ധി ജഡ്ജ് ചെയ്തു, കണ്ണു തുറന്നു, കണ്ടു, എന്തൊക്കെയോ തോന്നി. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതെല്ലാം തുറന്ന് വെച്ചിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. സമയമില്ല അല്ലേ? പക്ഷെ സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷെ ആഗ്രഹം എന്താ? തൃപ്തമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ. അതാണ് ഭാഗ്യവാന്മാരാണ് സത്സംഗിൽ വരുന്നതും ഗുരുക്കന്മാരുള്ളവരും ആധ്യാത്മിക ജ്ഞാനത്തെ പങ്കുവെക്കുന്നവരല്ല. കൈയൊക്കെ അടിക്കാൻ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണ്. സംശയമാണല്ലേ? ഞാൻ അങ്ങനെയുള്ള ആളല്ല സാറേ. ഇങ്ങനെ സംശയം ഉണ്ടായപ്പോഴായിരുന്നു ഒരു ശ്രീകൃഷ്ണൻ വന്നിട്ട് അർജുനൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ക്ഷത്രിയനാണ്, എഴുന്നേക്കുന്നു. ക്ഷതമേൽപ്പിക്കുന്നതിന് ത്രാണം ചെയ്യുന്നവനാണ് നീ ക്ഷത്രിയൻ. ഇൻ എ സെൻസ് നമ്മളെല്ലാവരും അർജുനന്മാരാണ് കേട്ടോ. ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്നവൻ, അതാണ് ഈ അർജുനൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആണോ? നമ്മളെല്ലാവരും അതാണെന്ന് അറിയണം. അപ്പോൾ ഈ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിലും തോന്നുന്നതിലും അല്ല, ആ തത്വത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലാണ് മനസ്സിലാവുന്നത്. സോ ദൃശ്യം ശരീരം, ദൃഷ്ടാവാണ്. പറ, തൃതീയ ഭോക്ത വീരേശ എന്ന് പറയും അങ്ങനെയുള്ള ഒരാളെ. തൃതീയ ഭോക്ത വീരേശ അവരെന്തെന്ന് വെച്ചാൽ ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇതിലെല്ലാം നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു വീരനെ പോലെ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരാൾക്ക് ഉപനിഷത്ത് പറയും അമൃതത്വം വിധിക്കുക. അധധീര അമൃതത്വം വിധിത്വം. അതുകൊണ്ട് കുറച്ചൊരു ബ്രേവറിനെസ് ഒക്കെ നിങ്ങൾ കാണിക്കണം. ഇങ്ങനെ അയ്യോ മഹാദേവൻ്റെ അടുത്ത് അങ്ങനെ ദേവാദിദേവൻ, ശരിയല്ലേ? അപ്പം അവരുടെ ഡിസൈപ്പിൾസാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ശിഷ്യന്മാരെങ്ങനെ ഇരിക്കണം? ഭയങ്കര ഊർജ്ജസ്വലരായ ഒരു രാജാവിനെ പോലെ, രാജ്ഞിയെ പോലെയൊക്കെ ഇരിക്കേണ്ട. ഒന്നിരുന്നേ അങ്ങനെ, എന്നിട്ട് വേണം നമുക്കൊരു ധ്യാനം ചെയ്യാം. നട്ടലൊക്കെ നിവർത്തി നമ്മൾ ആ അമൃതസ്യ പുത്ര എന്ന് പറയും. മനസ്സിലായില്ലേ? മൃത്യുവില്ലാത്ത ഇമ്മോർട്ടൽ സ്റ്റേറ്റാണ് ഒരു മഹാദേവൻ്റെ സ്ഥിതി. അതിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അമൃതസ്യ പുത്ര. സോ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വിത്ത് ഷോർട്ട് മെഡിറ്റേഷൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഒരു 10 more minutes. ഞാൻ വേഗം വിടാം. ഓക്കെ, സിംപിളി നമ്മൾ ഇരുന്നാൽ മതി. ആരുടെയെങ്കിലും ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൈലൻസ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. നമ്മളൊരു കുറച്ച് നേരം, കുറച്ച് മിനിറ്റുകൾ കണ്ണടച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുക. ഇടയിൽ കണ്ണിങ്ങനെയൊന്നും തുറക്കണ്ട. അതിൻ്റെ സോഴ്സിലേക്ക് മനസ്സ് പോട്ടെ. പറഞ്ഞില്ലേ, എല്ലാം നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ഉള്ളിലേക്ക് വരണം. വിൽ ഗൈഡ് യു. ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ ചുമ്മാ കേട്ടുകൊണ്ടിരുന്നാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട ദയവേത്. ധ്യാനം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെന്താണ്? ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്. ചുമ്മാ ഇരിക്കണം വെറുതെ കുറച്ച് നേരം. ഞാൻ പറയുന്നത് കേട്ടു. ഓക്കെ, എന്തെങ്കിലും അടച്ചു വെക്കാം. നട്ടല് നിവർത്തി മുഖമൊക്കെ നേരെ വെക്കാം. ഇത് സ്മൈൽ, മുഖത്ത് വലിയ പുഞ്ചിരി. പുഞ്ചിരിയോടെ ദീർഘശ്വാസം മെല്ലെ പുറത്തേക്ക് വിടാം. കൈപ്പത്തി മടിയിൽ മലർത്തി വെക്കാം. നട്ടല് നിവർത്തി വെക്കാം. മുഖമൊക്കെ നേരെ. പുഞ്ചിരിയോടെ ദീർഘശ്വാസം പതുക്കെ പുറത്തേക്ക് വിടാം. നമുക്ക് ചുറ്റും പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളെ നിരീക്ഷിക്കാം. വാഹനങ്ങൾ പോകുമ്പോഴുള്ള ശബ്ദം, വാദ്യോപകരണങ്ങളുടെ സംഗീതം, ഫാൻ
ഈ ചുറ്റുപാടിൽ ഈ നിമിഷം ഏത് തരം ശബ്ദങ്ങൾ ഉണ്ടാവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രകൃതിയിലുണ്ടാവുന്ന എല്ലാ ശബ്ദങ്ങളെയും പുഞ്ചിരിയോടെ സ്വീകരിക്കും, ഒപ്പമിരിക്കും. ഈ നിമിഷം ഞാൻ എൻ്റെ ചുറ്റുപാടുമായി വളരെയേറെ സൗഹാർദ്ദത്തിലാണ്. ശ്വാസമെടുക്കാം, മെല്ലെ പുറത്തേക്ക് വിടാം. നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ. നമ്മുടെ ശരീരം ഈശ്വരൻ്റെ, പ്രകൃതിയുടെ വിലമതിക്കാനാവാത്ത ഒരു ഉപഹാരമാണ്. ശരീരത്തെ ആദരിക്കൂ, ബഹുമാനിക്കൂ. കോടാനുകോടി ജീവജാലങ്ങളുടെ ഇടയിൽ മനുഷ്യനായിട്ടുള്ള ജന്മം നന്ദിയുള്ളവരാണ് ഈശ്വരന്. മനസ്സിലേക്ക് ശ്രദ്ധ. മനസ്സെന്നാൽ ചിന്തകളാണ്, നല്ലത് മോശം. കാറ്റിനെ പോലെയാണ്, എവിടെയും എത്താം, എത്ര അകലെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഗിവ് ദ ഫ്രീഡം, തടയേണ്ടതില്ല. നല്ലതായാലും മോശമായാലും സ്വീകരിക്കും. ഏത് തരം ചിന്തയായാലും വന്നതിന് ശേഷമാണ് നമ്മളിതെല്ലാം അറിയുന്നത്. അപ്പം മത്സരിക്കേണ്ട, അത് വിട്ടുപോകും നമ്മൾ. ഈ നിമിഷം നമ്മളിലെല്ലാവരും ചിന്തകളായി നമ്മൾ വളരെയേറെ സൗഹാർദ്ദത്തിലാണ്. ശ്വാസമെടുക്കാം, പതുക്കെ പുറത്തേക്ക് വിടാം. റിലാക്സ് മോഡ്. എല്ലാ പരിശ്രമങ്ങളും ബിഗ് സ്മൈൽ. ഭാവങ്ങളിലേക്ക് ശ്രദ്ധ. The sensations, good or bad, never mind. ഭാവങ്ങളെല്ലാം പുഞ്ചിരിയോടെ സ്വീകരിക്കും. ചിന്തകളേക്കാൾ സൂക്ഷ്മമാണ് ഭാവങ്ങൾ. ജസ്റ്റ് ഒബ്സർവ് ദ ഫീലിംഗ്സ്. വിചാരേണ വിലീനത്തെ പുഞ്ചിരിയോടെ. It's all happening in me. Just wonder about it. The big smile, and you relax. ഈ നിമിഷം നമ്മിലെ ഭാവങ്ങളെല്ലാമായി നമ്മൾ വളരെയേറെ രമ്യതയിലാണ്. ശ്വാസമെടുക്കാം, മെല്ലെ പുറത്തേക്ക് വിടാം. റിലാക്സ് മോഡ്.
കൂടുതൽ കൂടുതൽ വിശ്രമിക്കുക. അന്തർമുഖി സദാ സുഖി. Go inward. ശിവതത്വമാനന്ദം. Relax and repose in yourself. പൂർണ്ണ വിശ്രം. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. ഓം ശാന്തി ശാന്തി ശാന്തി. Relax, move, let go everything. എല്ലാ പരിശ്രമങ്ങളും വിട്ട് പരിപൂർണമാണ് ശരണവും മഹാദേവന്റെ ശരണം പ്രാപിക്കും. നമ്മുടെ അനുഭവമാകാനും ആ അനുഭവത്തിൻ്റെ ഈ ശാന്തി പ്രകാശം നമുക്ക് ചുറ്റും പങ്കുവെക്കാൻ മഹാദേവന്റെ അനുഗ്രഹത്തിൽ സാധിക്കട്ടെ. സാവകാശം വലിയ പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. വെരി ഗുഡ്. വെരി ഗുഡ് ദേവ്. നമസ്തേ. ശരി, ഗുഡ്. 15 മിനിറ്റിന് മേലെ കയ്യൊക്കെ അടിക്കാം. സോ ഗുഡ് റൈറ്റ്. നിങ്ങൾ ധ്യാനം ചെയ്തു, കണ്ണുകൾ അടച്ചിരുന്നു. 1.25 മണിക്കൂറിനടുത്തായി ഞാൻ സംസാരിക്കുന്നു. ഒരു സിനിമയുടെ ഇൻ്റർവ്യൂവിലൊക്കെ ടൈമായി. പ്രഭാഷണമൊക്കെ അത്ര മതിയില്ല. എന്തൊക്കെ ഉണ്ടായി? ജ്ഞാനം, ധ്യാനം, സത്സംഗം അല്ലേ? ഇതൊക്കെയായി നമ്മുടെ മനസ്സ് മകന സ്വചിത്തെ പ്രവേശിച്ചു എന്ന് വെച്ചാൽ അത് അകത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ഒരു ശിവാനന്ദ ലഹരിത ശാന്തി സുഖം. ശാന്തി രൂപാശ്ച പരമാനന്ദ രൂപാശ്ച. ഇതാണ് എൻ്റെ സ്വരൂപം. ഇതറിയണം. സൂത്ര ഹൃദയ ചിത്ത സംഘാതെ ദൃശ്യ സ്വപതു ദർശനം. ഹൃദയം മനസ്സിലാവുന്നുണ്ടോ? ആ കണ്ണിലൂടെ നമ്മൾ നോക്കുന്നതാണെങ്കിൽ എല്ലാം എൻ്റേത് എന്നുള്ളൊരു ഭാവം വരും. ഹൃദയ ചിത്ത സംഘാതെ ദൃശ്യ സ്വപതു ദർശനം. ഇറ്റ്സ് ഓൾ മൈൻഡ്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കി എല്ലാവരുടെയും മുഖവും ചിരിയൊക്കെ ഒന്ന് ചിരിച്ചു. കണ്ടില്ലേ എന്തൊരു രസമാണ്. തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങൾ. എന്താ പറ്റിയ? പരസ്പരം ഒന്ന് നോക്കൂ, ചിരിക്കുമ്പോൾ എന്ത് രസമാണ് നിങ്ങളെ കാണാൻ വേണ്ടി. മനസ്സല്പനേരം ഭഗവാനിൽ പോയി ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അല്ലേ? യെസ്, നോ, വണ്ടർഫുൾ. ഹൃദയ ചിത്ത സംഖ്യാതെ ദൃശ്യം സ്വപതു ദർശനം. ഇറ്റ്സ് ഓൾ മൈൻഡ്, ഇറ്റ്സ് ഓൾ മൈൻഡ്. ആ ഭാവം വരും. നിങ്ങൾ നോക്കിക്കോളൂ. ഇന്ന് രാത്രി പോകുമ്പോഴും ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും അത്രയും ബ്ലെസ്സിങ് ഈ ഒരു ദേവൻ്റെ സന്നിധിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സൂത്ര പറയും പ്രയത്ന സാധക. മഹാദേവൻ്റെ കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ. ഇങ്ങനെ ചുമ്മാ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ജ്ഞാനം, ധ്യാനം, ഈ സത്സംഗം, ഈ ശാന്തി, സുഖം, ഇതെല്ലാം ഒരുപാട് പേരുടെ സ്വപ്നമാണെന്ന് അറിയണം. കണ്ണടച്ചാൽ ഇരുട്ടും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരുടെ ഇടയിലാണ് നിങ്ങൾ അല്ലേ വൈകുന്നേരം ഇവിടെ വന്നിരുന്നിട്ട് സമയം പോയതുപോലെ അറിയണം. ഓഫ് ഓൾ ഓഫ് യു എൻജോയ്. യെസ്, നോ, ശിവസൂത്ര. അപ്പോൾ ഇത് പ്രയത്ന സാധക. ഇറ്റ് സേസ് ദാറ്റ്. അപ്പോൾ ആൾക്കാരിലേക്ക് ഇത് നമുക്കൊന്ന് പങ്കുവെക്കാൻ കൂടി സാധിക്കണം. നമ്മുടെ ഗുരുദേവ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, ധ്യാനം, സത്സംഗ്, സുദർശനക്രിയ ഇതെല്ലാം കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്തിലൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് അറിയണം, അനുഭവിക്കണം. എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ അമ്പലത്തിലെ ഭാരവാഹികൾ വളരെ വലിയ മനസ്സും മഹാദേവൻ്റെ അങ്ങേയറ്റം കൃപ ഉള്ളവരുമാണ്. അതുകൊണ്ട് അവർ ഇവിടുത്തെ
നമ്മുടെ 1-2 ആൾക്കാർ ഈ കമ്മിറ്റി മെമ്പേഴ്സ് കൂടിയാണ്. അവരിങ്ങനെ ഒരു കർക്കിടക മാസം ഒരു പർട്ടിക്കുലർ മഴയുടെ ഒരു പ്രയാസം ഇങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്തു. ഇത്രയും ആൾക്കാർക്ക് ഈ സത്സംഗം ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം അതാണ് ആ മനസ്സ് വെച്ച ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം തരും ഭഗവാൻ. അപ്പം അത് വെക്കൂ നിങ്ങൾ കുറേ പേരിലേക്ക് ഈശ്വരനിലേക്ക് അറിയാൻ വേണ്ടി. ഭഗവാൻ ഓൾസോ സേസ് ദിസ് അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേന ചക്രത്യത്തെ. അറിവുണ്ടാവണം, ഒപ്പം പ്രാക്ടീസും കൂടി വേണം, അഭ്യാസം. സോ ഈ കേട്ട് പോകൽ മാത്രമല്ല പരിഹാരം, വല്ലതൊക്കെ നമുക്ക് അതിലോട് ഫോളോ ചെയ്ത് നിൽക്കാൻ വല്ലതും വേണമെന്നും. അതിനാണ് പ്രാണായാമ, സുദർശനക്രിയ, യോഗ, ജ്ഞാനം ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ആഷാഢമാസത്തിൽ ഗുരുപൂർണിമയൊക്കെ വരുന്ന സമയത്തിൽ ഒരു സുദർശനക്രിയയുടെ ഒരു പ്രോഗ്രാം ഇവിടെ കമ്മിറ്റിയിലെ ആൾക്കാർ പറയുണ്ടായി. ഈ ഭാഗത്തുള്ളവരൊക്കെ ചേർന്ന് അത് ഗംഭീരമായിട്ട് വെക്കണം. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇവിടെ ഒരു മഹാദേവൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു സത്സംഗം കർക്കിടക മാസത്തിൽ. ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഇവർ വിളിച്ചപ്പോൾ എറണാകുളത്ത് 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. നാളെ ഗുരുവായൂരും ഒക്കെ അങ്ങനെ പോകുമ്പോൾ മഹാദേവൻ്റെ അടുത്ത് വന്ന് നിങ്ങളൊക്കെ കലൂരല്ലേ, കലൂരിൽ. ഞാൻ എറണാകുളത്ത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ FB മെമ്മറീസ് നോക്കുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു ഗുരുപൂർണിമ ടൈം. നമ്മുടെ ശിവസൂത്ര, സെയിം ശിവസൂത്ര കർക്കിടക മാസം നമ്മളുടെ ആർട്ട് ഓഫ് ലിവിങ് സെൻറ്റർ പള്ളിമുക്കിലായിരുന്നു. അവിടെ എടുത്തിട്ട് 10-200ഓളം പേരുടെ പ്രോഗ്രാമൊക്കെ, ഹാപ്പിനെസ് പ്രോഗ്രാം, സുദർശനക്രിയ. എന്നിട്ട് എറണാകുളത്തപ്പോൾ അമ്പലത്തിലൊക്കെ ആയിരുന്നു അതിൻ്റെ സമാപനമൊക്കെ. ഞാൻ ഇന്ന് ആ FB മെമ്മറി നോക്കുമ്പോൾ കണ്ടതായിരുന്നു. അതേ കർക്കിടക മാസം സെയിം ശിവസൂത്രയായി ആഷാഢ മാസത്തിൽ മഹാദേവൻ്റെ സന്നിധിയിൽ എറണാകുളത്ത് വരാൻ സാധിച്ചതില്ല. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതുപോലെ ഞാൻ എവിടെ വന്നാലും പോകുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്തപ്പൻ അമ്പലം. അവിടെയും കർക്കിടക മാസം അവർ ഓഗസ്റ്റ് 13-14 തീയതികളിൽ ശിവസൂത്ര കമ്മിറ്റി മെമ്പർ അവർ വിളിച്ചിട്ട് പോകുന്നുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ ഇനിയും കാണാനും ഇങ്ങനെ കണ്ട് തീർന്നു പോകുന്നതിലല്ല കാര്യം, നമ്മളത് തുടരണം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം പ്രാർത്ഥനകളൊക്കെ എനിക്ക് ഉണ്ടാവണം. ഞാൻ പിച്ച വെച്ച് പോകുന്ന ഒരാളാണ് ആധ്യാത്മികതയിലും ഗുരുദേവൻ്റെ ഒക്കെ കൂടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അങ്ങേയറ്റത്തെ കൃപ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരൊറ്റ സങ്കല്പം വെക്കുക, ഇതിനകത്ത് ഇനിയും തുടരാനും പങ്കുവെക്കാനും അല്ലാതെ അഭ്യാസം, സുദർശനക്രിയ, ഗുരുജിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ വേണോ. ഇങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ അതിനൊരു സാധ്യത ഒരുക്കുമ്പോൾ നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ വീണ്ടും വരണം, കാണണം. ഇനിയും വിളിക്കണം. ഇതുപോലുള്ള മഴയൊക്കെ മാറി വേറെയും നല്ലൊരു സത്സംഗം സമയമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭഗവത്ഗീതയും ഉപനിഷത്തൊക്കെ ആയി വീണ്ടും കൂടാം രസമായിട്ട്. ഇല്ലേ? വരൂല്ലേ? അപ്പോൾ എന്തോ വിരോധമുള്ള പോലെയാണല്ലോ. വരുമല്ലേ? വെരി ഗുഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സമയം കറക്റ്റ് 8 ആവാൻ പോകുന്നു. ശിവശംഭോ ശംഭോ ശിവശംഭോ മഹാദേവ ശിവശംഭോ. 2 വരി പാടിപ്പോവാം. ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ മഹാദേവ ശിവശംഭോ ശംഭോ. ഹര 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 മഹാദേവ ശിവശംഭോ മഹാദേവ ഹര ഹര. ഹര 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 മഹാദേവ ശിവശംഭോ മഹാദേവ ഹര ഹര. പാടാം. ശിവശംഭോ ശംഭോ ശിവശംഭോ മഹാദേവ ശിവശംഭോ ശംഭോ ശിവശംഭോ. ഹര 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 മഹാദേവ ശിവശംഭോ മഹാദേവ ഹര ഹര. ആരാധന ഹര ശംഭോ അനാഥനാഥ ശംഭോ
ആരാധന ഹര ശംഭോ അനാഥനാഥ ശംഭോ ശിവ ഓം ശിവ ഓം ശിവ ഓം നമഃ ശിവായ ശിവ ഓം ശിവ ഓം നമഃ ഹര ഓം ഹര ഓം ഹര ഓം നമഃ ശിവായ ഹര ഓം ഹര ഓം ഹര ഓം നമഃ ശിവായ. പിന്നെ ഈ മഹാദേവന്റെ സന്നിധിയിൽ പാവക്കുള്ള അമ്പലം ഞാൻ പണ്ടേ വരുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വന്നത്. ഇവന്തോ ഞാൻ പലതവണ ഇവർക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാഗ്രഹമായിരുന്നു ഇത് അമ്പലം പാവക്കുളം എന്ന പേര് കേട്ടപ്പോൾ. അപ്പോൾ ആ അമ്പലത്തിൽ ഞാൻ വന്നതൊരു അല്ലേ മഹാദേവന്റെ കാര്യം സംസാരിക്കാനുള്ള ഒരു ജ്ഞാനാർച്ചന പോലെ അല്ലേ, അദ്ദേഹത്തിന് ഈ വാക്കുകൾ അല്ലേ ഒരു അർച്ചന പോലെ ഇരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം. വീണ്ടും കാണാം ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞ പോലെ ആ ജ്ഞാനം അല്ലേ പങ്കുവെച്ച് ആ അഭ്യാസം നമ്മൾ നേടണം, തുടരണം. ഗുരുവിൻ്റെ വചനങ്ങളും പ്രക്രിയകളെല്ലാം